ഓം ശ്രീ മാത്രേ നമഃ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ലളിതാ സഹസ്രനാമത്തിലെ പഞ്ചബ്രഹ്മ സ്വരൂപം ദേവിയുടെ അതാണ് നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ സംഹാരിണി എന്നുള്ള നാമത്തിലാണ് കഴിഞ്ഞ സത്സംഗത്തിൽ നിർത്തിയത്. നമുക്ക് അവിടെ നിന്ന് തുടങ്ങാം. സംഹാരിണി. അപ്പോ സംഹാരിണി എന്ന് പറഞ്ഞ 268 നാമമാണ്. സംഹരിക്കുന്നവൾ, സമ്യക്കായിട്ട് സമഞ്ജസമായിട്ട് ഹരിക്കുക, രൂപമില്ലാതാക്കുക, എടുത്തു മാറ്റുക എന്നൊക്കെയാണ് അതിന്റെ അർത്ഥം. പ്രകൃതിയിലെ രൂപങ്ങളെല്ലാം നിരന്തരം മാറ്റിക്കൊണ്ടിരിക്കുന്നവൾ എന്നാണ് അതിന്റെ അർത്ഥം. അപ്പോൾ സംഹാരിണി ജഗത്തിനെ സംഹരിക്കാൻ, അതായത് തന്നിൽ തന്നെ ലയിപ്പിക്കൽ, ആ ലോക സംഹാരം, ഇത് തമോ ഗുണ പ്രധാനമായിട്ടുള്ള ഈശ്വരന്റെ കൃത്യമാണെന്ന് നമ്മൾ കണ്ടു. അത് സ്വരൂപമായിട്ടിരിക്കുന്നവൾ, സൃഷ്ടിക്ക് വേണ്ടി ബ്രഹ്മരൂപിണിയായിട്ടും രക്ഷയ്ക്ക് വേണ്ടി വിഷ്ണു രൂപിണിയായിട്ടും സംഹാരത്തിന് വേണ്ടിയിട്ട് രുദ്രരൂപിണിയായിട്ടും വർത്തിക്കുന്ന ഈ ഈശ്വര സ്വരൂപിണിയായിരിക്കുന്ന ദേവി തന്നെയാണ് എന്ന് ഇത് പറയണു. ഇപ്പൊ രജോ ഗുണപ്രധാനമായ ഈശ്വരനും സത്വഗുണപ്രധാനമായ ഈശ്വരനും തമോ ഗുണപ്രധാനമായ ഈശ്വരനും ദേവി തന്നെയാണ് ത്രിഗുണാത്മികയായിരിക്കുന്ന ദേവി. അപ്പോൾ അടുത്ത നാമം രുദ്രരൂപ. ഇപ്പൊ രുദ്രന്റെ രൂപത്തിൽ സ്ഥിതി ചെയ്യുന്നവൾ, അതായത് ആ ഒരു രുക്കിനെ, രുക്കെന്ന് പറഞ്ഞാൽ ദുഃഖം എന്നാണ് അർത്ഥം, ദ്രവിപ്പിക്കുന്നവൾ, ഇല്ലാതാക്കുന്നവൾ എന്നും രോദനം ചെയ്യുന്നവൻ, അതായത് ജനന സമയത്ത് ഉച്ചത്തിൽ കരഞ്ഞതുകൊണ്ട് രുദ്രൻ എന്ന് പേരുണ്ട്. അതുകൊണ്ട് ആ രുദ്ര ശബ്ദത്തിന് അർത്ഥം അങ്ങനെയാണ്. അപ്പം രുജം ദ്രാവേദേ തസ്മാത് രുദ്ര പശുപതി സ്മൃതാഹ എന്ന് ശിവരഹസ്യം. അപ്പോ എന്താ പറയാ, ആ രുദ്രന്റെ ഭാര്യയായിട്ടിരിക്കുന്നവൾ രുദ്രരൂപിണി. അപ്പോ എന്താ പറയാ, ഏത് അർത്ഥമെടുത്താലും ദുഃഖഹന്താവ് എന്ന അർത്ഥമെടുത്താലും രുദ്രൻ തന്നെയാണ്. അപ്പൊ രുദ്ര സ്വരൂപിണിയായിട്ടിരിക്കുന്ന ദേവി. അപ്പോ രുദ്രരൂപമായിരിക്കുന്നവൾ. അപ്പൊ രോദിപ്പിക്കുന്നവൻ എന്നൊക്കെ നമ്മൾ കണ്ടു അല്ലേ. രോദനം എന്ന് പറഞ്ഞാൽ കരച്ചിൽ എന്നാണ് അർത്ഥം. എന്തിനാ നമ്മൾ കരയുന്നതെന്ന് വെച്ചാൽ കർമ്മഫലമായിട്ടുണ്ടാകുന്ന ക്ലേശങ്ങൾ ഉണ്ടാകുമ്പോൾ, ശരീരം വിടേണ്ടി വരുമ്പോൾ ആത്മാവിന് രോദനം വരുന്നു. അപ്പൊ രണ്ടും നൽകുന്നത് ഈശ്വരനായതുകൊണ്ട് അവൻ രുദ്രൻ. രുദ്രൻ എന്ന് പറഞ്ഞാൽ ശിവൻ തന്നെയാണ്. ഇപ്പൊ 11 രുദ്രന്മാരുണ്ടെന്ന് പറയണു. 10 പ്രാണനുകളും ആത്മാവും ചേരുന്നതാണ് ഏകാദശ രുദ്രന്മാര്. അവര് വിടുമ്പോഴാണ് രോദനം ഉണ്ടാകുന്നത് അല്ലേ. അപ്പോ രുദ്രരൂപിയായിട്ടിരിക്കുന്നവൾ, സംഹാരം ചെയ്യുമ്പോൾ രുദ്ര സ്വരൂപിണിയായിട്ടിരിക്കുന്നവൾ, ആ സമയത്തുള്ള രൂപത്തെ നമ്മൾ രുദ്രഭാവത്തോടു കൂടി ഓരോ വ്യക്തികളുടെയും ആ ഒരു ജീവശരീരത്തിൽ നിന്ന് മാറ്റുന്ന ആ ഒരു സമയത്തുള്ള ഭാവമാണ് രുദ്രസ്വരൂപം. ഇപ്പൊ ലോർഡ് ഓഫ് ഡെത്ത് എന്നൊക്കെ നമ്മൾ പറയാം. അതിന് ശരിക്കും പറഞ്ഞാൽ അങ്ങനെ നമുക്ക് അർത്ഥം എടുക്കാൻ പറ്റില്ല. കാരണം ഇനി ഇതിന്റെ യഥാർത്ഥം അർത്ഥം എന്തെന്ന് പറഞ്ഞാൽ, രുദ്ര എന്ന് പറഞ്ഞാൽ ഡിസ്ട്രോയർ ഓഫ് മിസറീസ് എന്നാണ്. ഇപ്പൊ എന്ന് പറഞ്ഞാൽ വേദന ഉണ്ടാക്കുന്നത്. ഇപ്പൊ ഇന്ദ്രിയങ്ങളെ ശരിയായി ഉപയോഗിക്കാത്തത് കൊണ്ടുള്ള വേദന. ദ്ര എന്ന് പറഞ്ഞാൽ ആ ഒരു വിലയിപ്പിക്കുക, ഇല്ലാതാക്കുക എന്നർത്ഥം. അപ്പോൾ രുദ്ര എന്ന് പറഞ്ഞാല് ശരിക്കും പറഞ്ഞാല് refers to pains arising out of miseries, arising out of improper usage of sensory organs, and dra means to dispose. ഇപ്പൊ രുദ്ര എന്ന് പറഞ്ഞാൽ എന്താ, ഡ്രൈവിങ് അവേ മിസറീസ്. നമ്മുടെ ശരിക്കും പറഞ്ഞാൽ ഒരു മന്ത്രമാണ് രുദ്ര മന്ത്രം എന്ന് പറയുന്നത്. ഓം നമോ ഭഗവതേ രുദ്രായ, ഒരു മഹാമന്ത്രമാണത്. ചാന്ദ്യോഗ ഉപനിഷത്ത് പറയണു, രുദ്രന്മാർ എപ്പോഴും പൂജാതി ഹോമങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതാണെന്ന്. അപ്പോ പ്രാണന്മാരെ രുദ്രന്മാരെന്ന് പറയാറുണ്ട്. കാരണം ഇവര് പ്രപഞ്ചത്തിലുള്ളവരെ കരയിപ്പിക്കുന്നു. ഇനി രുദ്രൻ എന്ന വാക്കിന് കൂടുതൽ ഗഹനമായിട്ട് അർത്ഥത്തിലേക്ക് പോയാല് സട്ടിൽ ഫോം ഓഫ് രുദ്ര എന്ന് പറഞ്ഞാൽ കോസ്മിക് എനർജി തന്നെയാണ്. കാരണം നമ്മുടെ ഈ പ്രപഞ്ചത്തിൽ ഇല്ലാതാക്കുന്ന ശക്തി, ആ ഒരു ഈവിൾ എനർജീസിനെ, അതായത് നെഗറ്റീവ് ഫോഴ്സസിനെ ഇല്ലാതാക്കുന്ന ശക്തി. അപ്പോ രുദ്രന്റെ സ്ഥൂലമായിരിക്കുന്ന അഥവാ ഗ്രോസ് ഫോം ആണ് ശിവൻ എന്ന് പറയുന്നത്. അപ്പൊ ശിവൻ എന്നത് പെർഫെക്റ്റ് ഡിസൈപ്പിൾ ഫോമാണ്. അപ്പൊ ആ ഒരു പാത്ത് ഓഫ് പെർഫെക്ഷൻ, പൂർണ്ണതയിലേക്കുള്ള പ്രയാണത്തിലുള്ള തടസ്സങ്ങളെ ഇല്ലാതാക്കുന്നത് ശിവനാണ്. പക്ഷെ ഏറ്റവും കരുണയും അനുഗ്രഹവും തരുന്ന ആളാണ് ശിവഭഗവാൻ. ഇപ്പൊ രുദ്ര എന്നതിന്റെ ആ ഒരു ലിറ്ററൽ മീനിങ് എടുത്തു കഴിഞ്ഞാല് ശരിക്കും പറഞ്ഞ വളരെ ഉച്ചത്തില് കരയുന്നത്, രോദനം ചെയ്യുന്നത് അല്ലേ. ഇല്ലെങ്കിൽ മൂവിങ് അറൌണ്ട്, ക്രൈയിങ് എന്നൊക്കെ പറയാം. അങ്ങനെ രുദ്രന്റെ കരച്ചിലാണ് സൃഷ്ടി എന്ന് പറയുന്നത്. ഇപ്പൊ പ്രാണൻ അഥവാ ലൈഫ് ഫോഴ്സിനെയും രുദ്രൻ എന്ന് പറയാറുണ്ട്.
ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ ആദ്യത്തെ പ്രാണനെ ഉള്ളിലേക്ക് എടുത്തിട്ടാണ് കരയുന്നത്. ഈ സമയത്താണ് നമ്മൾ ജാതകം ഉണ്ടാക്കുമ്പോൾ എടുക്കേണ്ടതെന്ന് പറയാറുണ്ട്. അപ്പൊ 11 രുദ്രന്മാര് ഉണ്ടെന്ന് പറയപ്പെടുന്നു. ഈ ഏകാദശ രുദ്രന്മാര്, ദ്വാദശ ആദിത്യന്മാര്, അഷ്ടവസുക്കള്, സൂര്യൻ, ചന്ദ്രൻ, ഞാനെന്ന് പറയുന്ന ബോധം. ഇതിനെയാണ് നമ്മൾ 33,000 ദേവന്മാരിലെ 33 ദേവതകൾ എന്നൊക്കെ പറയുന്നത്. അപ്പൊ ഇതിനകത്ത് ഏകാദശ രുദ്രന്മാര് വളരെ പ്രാധാന്യം അർഹിക്കുന്നതാണ്. ശിവശക്തിമാരുടെ അർദ്ധനാരീശ്വര രൂപത്തിൽ നിന്നാണ് ഇവരെ ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് പറയാറുണ്ട്. അർദ്ധനാരീശ്വരൻ എന്ന് പറഞ്ഞാൽ ഒരു വെർട്ടിക്കൽ കോമ്പിനേഷൻ ആണ് ആ ഒരു ശിവന്റെയും ശക്തിയുടെയും. ചില സ്ഥലങ്ങളിൽ ബ്രഹ്മാവിന്റെ 3ാമത്തെ കണ്ണിൽ നിന്നാണ് രുദ്രന്റെ ജനനം എന്ന് പറയാറുണ്ട്. അപ്പോ ശരിക്കും പറഞ്ഞാല് ഈ രുദ്രനെയാണ് നമ്മള് ഇൻഡിവിജ്വൽ സോൾ ആയിട്ട്, ജീവാത്മാവായിട്ട്, പരമാത്മാവായിട്ടെന്ന സുപ്രീം സോളായിട്ടും ആയിട്ട് ചേർക്കുന്നത്. ഇപ്പൊ ഓംകാരം എന്ന പ്രണവം, അപ്പൊ പ്രണവത്തിലൂടെയാണ് ആ ഒരു ജീവബ്രഹ്മ ഐക്യം ഉണ്ടാകുന്നതെന്ന് പറയണു. അതുകൊണ്ടായിരിക്കും രുദ്രനെ നമ്മൾ ലോർഡ് ഓഫ് ഡെത്ത് എന്നൊക്കെ ചില ബുക്കുകളിൽ പറയുന്നത്. പ്രസിദ്ധമായിരിക്കുന്ന ത്രയംബക മന്ത്രം എന്ന് പറയുന്നത് ശ്രീ രുദ്രത്തിലെ യജുർവേദവും ഋഗ്വേദവും എന്താണ് അർത്ഥമാക്കുന്നത് എന്നാൽ, അല്ലയോ ത്രൈലോക്യപതിയും അനുഗ്രഹം തരുന്നതും സകല ധൈര്യം തരുന്നതുമായിട്ടുള്ള ഭഗവാനെ, സംസാര ബന്ധത്തിൽ നിന്ന് പഴുത്ത വെള്ളരി അതിന്റെ ഞെട്ടിൽ നിന്ന് സ്വാഭാവികമായിട്ട് പതിക്കുന്ന പോലെ ആ ഒരു ബലാത്കാരേണ പറിച്ചെടുക്കാത്തതുപോലെ എന്നെ അമൃതത്വമാകുന്ന അവസ്ഥയിലേക്ക് കൊണ്ടുപോയാലും, അല്ലെ? അപ്പൊ ഈ ഒരു മൃത്യുഞ്ജയ മന്ത്രം എന്ന് പറയുന്നത് വളരെ വിശേഷമാണ്. ത്രയംബകം യജാമഹേ സുഗന്ധിം പുഷ്ടിവർദ്ധനം ഉർവാരികമ ബന്ധനാത് മൃത്യോർ മുക്ഷീയ മാ അമൃതാത്. അപ്പൊ ആ ഒരു ജീവാത്മാവിനെ ആ ഒരു ഷെല്ലിൽ നിന്ന് മോചിപ്പിച്ചാലും, ഇവിടെ ഷെല്ലെന്ന് പറയുന്നത് നമ്മുടെ ഫിസിക്കൽ ബോഡിയായിട്ടും വെള്ളരിയുടെ വിത്തുക്കള് എന്ന് പറയുന്ന പൾപ്പ് ആത്മാവിനോടുമാണ് താരതമ്യപ്പെടുത്തിയിരിക്കുന്നത്. ഇവിടെ രുദ്രഭഗവാന്റെ അനുഗ്രഹം തേടുകയാണ്. അപ്പൊ ജീവൻ അകാല മൃത്യുവിൽ നിന്ന് ആ ഒരു പ്രിമച്വർ ഡെത്ത് എന്ന് പറഞ്ഞാൽ മോക്ഷം തരുന്നില്ല, കാലമൃത്യുവിലൂടെ ശരീരത്തെ വിടണം. ഈ അനുഗ്രഹം തരുന്ന ദേവതയാണ് രുദ്രൻ. അതിനുള്ള മഹാമന്ത്രമാണ് ഓം നമോ ഭഗവതേ രുദ്രായ എന്നുള്ളത്. അപ്പൊ അമൃതത്വത്തെ കൊടുക്കുന്ന ദേവത, അല്ലാതെ മരണത്തിന്റെ ദേവത അല്ല ഇത്. അപ്പോ അങ്ങനെ രുദ്രഭാവത്തിലിരിക്കുന്നവൾ. അപ്പോ രുദ്രരൂപ അടുത്ത നാമം തിരോധാനകരി ഈശ്വരി. ഇപ്പൊ തിരോധാനകരി അടുത്ത ദേവിയുടെ കർമ്മം കൃത്യം പറയാണ്. തിരോധാനം പ്ലസ് കരി. തിരോധാനം എന്ന് പറഞ്ഞാൽ രൂപത്തെ ഇല്ലാതാക്കൽ. പ്രപഞ്ചത്തിലെ ഓരോ രൂപത്തെയും അപ്രത്യക്ഷമാക്കുന്നവൾ. ഓരോ നിമിഷത്തിലും പ്രപഞ്ചത്തിലെ ഓരോ രൂപവും ജീവനുള്ളതും ഇല്ലാത്തതും അപ്രത്യക്ഷമായിക്കൊണ്ടിരിക്കണം, അല്ലെ? പുതുതായി ഓരോന്ന് വരുന്നു. അപ്പൊ അതാണ് തിരോധാനം എന്ന് പറയുന്നത്. മറയ്ക്കുന്നവൾ. തിരോധാനം എന്ന പദത്തിന് ശരിക്കും പറഞ്ഞാല് മറയ്ക്കൽ എന്നാണ് അർത്ഥം. ഒന്നും അവശേഷിപ്പിക്കാതെ നശിപ്പിക്കൽ എന്ന സൗഭാഗ്യ ഭാസ്കരത്തിൽ അർത്ഥമുണ്ട്. നിർവിശേഷ ധ്വംസഹ. അപ്പോ ആ ഒരു എന്താ പറയാ, ഘനതര ശുദ്ധ സത്വപ്രധാനമായിരിക്കുന്ന ഈശ്വരൻ ബ്രഹ്മാവിഷ്ണു മഹേശ്വരന്മാരെ തന്നിൽ മറച്ച് സ്വയം സദാശിവ തത്വത്തിൽ ലയിക്കുന്നു. പരമാണു മുതല് പ്രപഞ്ചമാകെ ഇതോടെ ഇല്ലാതായിട്ട് തീരണു. ഇതാണ് തിരോധാനം. അപ്പൊ അതിനെ ചെയ്യുന്നവൾ എന്ന നാമത്തിനർത്ഥം. ഇപ്പൊ തിരസ്കരണി എന്നൊരു ശക്തിയുണ്ട്. കാരണം മന്ത്രതന്ത്രാദികൾ കൊണ്ടോ പ്രാർത്ഥന കൊണ്ടോ അതിനെ സ്വാധീനപ്പെടുത്താൻ, മറ്റുള്ളവരുടെ കണ്ണിൽ പെടാതിരിക്കാനുള്ള സിദ്ധി ലഭിക്കുമെന്ന് പറയാറുണ്ട്. ആ ശക്തി ദേവിയുടെ തന്നെ സിദ്ധി ആയതുകൊണ്ട് തിരസ്കരണം ചെയ്യുന്നവൾ എന്ന ദേവിയുടെ ആ ഒരു നാമമായിട്ട് നമുക്ക് വ്യാഖ്യാനിക്കാം. തിരോധാനഗരി. അപ്പൊ ഈ സൃഷ്ടിച്ച പ്രപഞ്ചത്തെ എല്ലാം തിരിച്ച് തന്നിലേക്ക് ലയിപ്പിക്കുന്നവൾ തിരോധാനഗരി. ബ്രഹ്മത്തിന്റെ 4ാമത്തെ കർമ്മമാണ് തിരോധാനം. ഇവയാണ് നമ്മൾ ആ ഒരു ഗ്രേറ്റ് ഡിസൊല്യൂഷൻ അഥവാ പ്രളയം എന്നൊക്കെ പറയുന്നത്. എല്ലാ ഭൂതങ്ങളും ഒരു നിശ്ചിത കാലം കഴിഞ്ഞ് മരണപ്പെട്ടു പോകുന്നു. പിന്നെ എന്താണ് ഈ ടോട്ടലായിരിക്കുന്നത്? പ്രളയം. ഈ ഭൂമിയില് അഹങ്കാരം എന്നതുകൊണ്ടാണ് എല്ലാ ജീവികളും ജീവിക്കുന്നത്, അല്ലെ? അന്ധകരണ ചതുഷ്ടയത്തിന്റെ ഭാഗമാണിത്. അഹങ്കാരമില്ലാത്ത മനുഷ്യന് നിലനിൽപ്പില്ല. ഈ ഈഗോ അഥവാ അഹങ്കാരം എന്നത് ആത്മാവിലാണ്. അപ്പോൾ ആ ഒരു ഫിസിക്കൽ ബോഡിയിലല്ല. ഈ അഹങ്കാരം കാരണമാണ് ആത്മാവ് അഥവാ ബ്രഹ്മത്തെ മറയ്ക്കുന്നത്. ഇപ്പൊ അറിവില്ലായ്മ അഥവാ അവിദ്യ കാരണം ഈ സെൽഫിന്റെ റിയലൈസേഷന് തടസ്സമായിട്ട് നിൽക്കുന്ന പ്രധാന കാരണം ഈഗോയാണ്. അപ്പൊ ശരീരം വിട്ടാലും ആത്മാവിന് നാശമില്ല, അല്ലേ?
അത് വീണ്ടും ശരീരം സ്വീകരിക്കുകയോ ഇല്ലെങ്കിൽ ബ്രഹ്മത്തിൽ ലയിച്ചു ചേരുകയോ എന്ന ആ ഒരു ബ്രഹ്മ സായുജ്യ പദവിയിലേക്ക് പോവുകയോ ചെയ്യുന്നു. അപ്പോ ഈ ആത്മാവിലെ ദുഷ്പ്രവണതകളും അജ്ഞാനങ്ങളും മാറ്റിയേ തീരുള്ളൂ, ഇല്ലേ? അപ്പൊ ദ ലോ ഓഫ് കർമ്മ എന്ന് പറയുന്ന കർമ്മ നിയമം പറയണു ആത്മാവിന് 3 പ്രധാന ഉപായങ്ങളേ ഉള്ളൂ. ഒന്ന്, ബ്രഹ്മത്തിൽ ലയിക്കുക, അല്ലെങ്കിൽ 2, വീണ്ടും ശരീരം സ്വീകരിച്ച് പുനർജനിക്കുക, 3, മഹാപ്രളയ സമയത്ത് ലയിച്ചു ചേരുക. ഈ മഹാപ്രളയം എന്നത് അനേകം ബില്യൺസ് ഓഫ് ഇയേഴ്സ് കഴിഞ്ഞ് സംഭവിക്കുന്നതാണ്. ഈ ആത്മാവിനെ ഇല്ലാതാക്കാനോ തന്നിൽ ലയിപ്പിക്കാനോ ബ്രഹ്മത്തിന് മാത്രമേ കഴിയുള്ളൂ. ഈ പരബ്രഹ്മം ഒരു സാക്ഷി രൂപത്തിലിരുന്ന് ഈ ആത്മാക്കളുടെ കർമ്മങ്ങളെ ഇരിക്കുന്നതാണ്. അതായത് ഇത് ഒന്നിലും ഇടപെടുന്നില്ല. ഈ ബ്രഹ്മം ശരിക്കും പറഞ്ഞാല് ഈ ബ്രഹ്മ ഭാവം ഉണർന്ന് അതിൽ നിന്നും പുറത്തു വന്ന് എല്ലാ ആറ്റംസിനെയും തിരിച്ചു തന്റെ ഉള്ളിലേക്ക് ലയിപ്പിക്കുന്നു. ഈ മഹാപ്രളയ സമയത്തെ കുറിച്ച് ആത്മാക്കൾക്ക് ലയനം സംഭവിക്കുന്നു. കുറച്ച് ആത്മാക്കൾക്ക്. ഇപ്പൊ കൂടുതലും വീണ്ടും പുനർജനിക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പൊ കൂടുതൽ പാപങ്ങൾ ചെയ്തവരും അവിദ്യ മാറാത്തതുമായിട്ടുള്ള ആത്മാക്കൾക്കാണ് പുനർജന്മം സംഭവിക്കുന്നത്. ഈ മഹാപ്രളയം അഥവാ ദ ഗ്രേറ്റ് ഡെസൊല്യൂഷൻ എന്ന് പറഞ്ഞാല് ടോട്ടൽ ഡിസ്ട്രക്ഷൻ ഓഫ് ഈഗോ ഫ്രം ദ യൂണിവേഴ്സ്. ഇതാണ് ശരിക്കുള്ള അതിന്റെ സത്യം. അപ്പോ ശരിക്കും പറഞ്ഞാല് ആ ഒരു എന്താ പറയാ, ഒരു ചെറിയ ജീവജാലങ്ങൾക്ക് പോലും, ഒരു ചെറിയ ജീവന് പോലും ഈ ഒരു എന്താ പറയാ ഈ പ്രളയം കഴിഞ്ഞാൽ ഇവിടെ ഉണ്ടാവില്ല. അപ്പൊ ഒരു പ്രാണനും ഈ ഭൂമുഖത്ത് ഉണ്ടാവില്ല എന്നർത്ഥം പ്രളയം കഴിഞ്ഞ്. അപ്പൊ ബ്രഹ്മം തന്നിൽ നിന്ന് പുറത്തു വന്നതിനെ എല്ലാം തിരിച്ച് അകത്തേക്ക് കൊണ്ടുപോകും. പിന്നെയും സൃഷ്ടിയുടെ സമയത്ത് എല്ലാ ജീവനുകളും ഒന്ന് ചേർന്ന് ഹിരണ്യഗർഭ രൂപത്തിലാണ് പുറത്തേക്ക് വരുന്നത്. ഇതെല്ലാം ചെയ്യുന്നവൾ ദേവി, അല്ലേ? ഇപ്പൊ തിരോധാനഗരി ഈശ്വരി. ഈശ്വരി എന്ന് പറഞ്ഞാല് ഈശ്വര സ്വരൂപിണി, ഈശ്വര പത്നി എന്നും അർത്ഥം. ഈശ്വരൻ എന്ന പദത്തിന് ശിവൻ എന്നെടുക്കാം, പരമാത്മാവ്, രക്ഷിതാവ്, കാമദേവൻ, വിഷ്ണു എന്ന് തുടങ്ങി നാനാർത്ഥങ്ങളിൽ ഏത് വേണമെങ്കിലും എടുക്കാം. പിന്നെ ഇതിൽ നിന്ന് പിന്നെ അല്ലാത്തവൾ ഈശ്വരി. ഈ ദേവന്മാരുടെ പത്നീഭാവത്തിലും ഈശ്വരി എന്നുള്ള അർത്ഥം പറയാൻ പറ്റും. ഐശ്വര്യത്തിന് ആധാരമായിട്ടിരിക്കുന്നവൾ എന്നും ഭക്തന്മാർക്ക് ഐശ്വര്യം കൊടുക്കുന്നവൾ എന്നും വ്യാഖ്യാനം. അപ്പൊ ഈശ്വര പദം കൊണ്ട് ആ ഒരു ഘനതര ശുദ്ധ സത്വപ്രധാനമായിരിക്കുന്ന ഈശ്വരനെയാണ് കുറിക്കുന്നത് എന്ന് സൗഭാഗ്യഭാസ്കരൻ പറയണു. അങ്ങനെയുള്ള ഈശ്വരനിൽ നിന്ന് അഭിന്നയായിട്ടിരിക്കുന്നവൾ ഈശ്വരി. അപ്പോ ആ കർത്തൃത്വം, സ്വതന്ത്രയ, ചിത് സ്വരൂപത, ഇതാണ് ഈശ്വരത എന്ന് പറയുന്നത്. ഇവയെല്ലാം അഹന്തയുടെ പര്യായങ്ങളായിട്ടാണ് സത്തുക്കൾ പറയുന്നത്. ഈ അഹന്തയാണ് നമ്മൾ പരാഹന്ത എന്ന് വിശേഷിപ്പിക്കുന്നത്. അത് ആയിട്ടിരിക്കുന്നവൾ ഈശ്വരി. അപ്പോ എല്ലാറ്റിനെയും നിയന്ത്രിക്കുന്നവൾ, അല്ലെ? അധീശത്വമുള്ളവൾ ഈശ്വരി. ഇപ്പൊ തിരോധാനം എന്ന കർമ്മമാണ് കഴിഞ്ഞ നാമത്തിൽ പറഞ്ഞത്. അപ്പൊ 36 തത്വങ്ങളിലെ 26ാമത്തെ തത്വമാണ് ഈശ്വരൻ എന്ന് പറയുന്നത്. ഇപ്പൊ എന്താ പറയാ, ഇതില് ഏറ്റവും ഉയർന്ന ബോധതലമാണ്, അറിവിന്റെ ഏറ്റവും ഉയർന്ന ബോധതലമാണിത്. ഇപ്പൊ ഈശ്വരനാണ് ഇപ്പൊ എല്ലാറ്റിനെയും നിയന്ത്രിക്കുന്നത്. ഈശ്വരൻ പരമാത്മാവാണ്. ശരിക്കും പറഞ്ഞാല് ആ ഒരു എന്താ പറയാ ഏറ്റവും സുപ്രീം ഫോമാണ്, സുപ്രീം ഇൻഡിവിജ്വാലിറ്റി എന്നൊക്കെ പറയും. വിഷ്ണു സഹസ്രനാമത്തിലെ 36ാമത്തെ നാമമാണ് ഈശ്വരൻ എന്ന് പറയുന്നത്. അപ്പൊ ഈശ്വരൻ, ഈശ്വരി, ജഗദീശ്വരി എല്ലാം പരാശക്തി തന്നെയാണ്. അപ്പൊ സദാശിവ. അപ്പോ നമ്മള് ഈ നാമങ്ങളെല്ലാം ഇങ്ങനെ ചേർന്ന് വരുമ്പോൾ വളരെ ഭംഗിയായിട്ടാണ് ലളിതാ സഹസ്രനാമത്തിന്റെ ഓരോ നാമങ്ങളും ചേർത്ത് വച്ചിരിക്കുന്നത്. ബ്രഹ്മത്തിന്റെ 5 പ്രധാന ജോലികളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സൃഷ്ടി, സ്ഥിതി, സംഹാരം, തിരോധാനം എന്നുള്ള 4 കൃത്യങ്ങൾ ഇപ്പൊ പറഞ്ഞു കഴിഞ്ഞു, അല്ലേ? സൃഷ്ടി കഴിഞ്ഞാല് അതിനെ സംരക്ഷിക്കുന്ന ഭാവം സൃഷ്ടികർത്തി. പിന്നെ അടുത്ത നാമം എന്താ പറയാ, 265ാമത്തെ നാമം ബ്രഹ്മരൂപ, ബ്രഹ്മാവാണ് സൃഷ്ടി നടത്തുന്നത്. ആ രൂപത്തിലുള്ള ശക്തി എന്നർത്ഥം പറയണു. ഇതുപോലെ അടുത്ത നാമങ്ങള് എല്ലാം കർമ്മവും നാമവും ചേർത്ത് വാഗ്ദേവതകൾ സ്തുതിക്കുകയാണ് ദേവിയെ. വാഗ്ദേവതകൾക്കറിയാം ഈ നാമങ്ങൾ വെറുതെ ഉരുവിട്ടാൽ പോലും മോക്ഷദായകമാണെന്ന്. ഈ നാമം സദാശിവ ശക്തിയായിരിക്കുന്ന ദേവിയാണ്. സദാ എന്നാല് എല്ലാ ഇപ്പോഴും, ഇല്ലേ? എവർ. ഇപ്പൊ ശിവ എന്നാല് മംഗളം, ഓസ്പീഷ്യസ് എന്നർത്ഥം. അപ്പൊ സദാശിവൻ എന്നതാണ് ഏറ്റവും മംഗളകരമായിരിക്കുന്ന സ്വരൂപം. ആ സ്വരൂപത്തിൽ ഇരിക്കുന്നവൾ.
ഈ സദാശിവ തത്വത്തില് സൃഷ്ടിക്കുള്ള ആ ഒരു ഇച്ഛാശക്തി വളരെ കൂടിയിരിക്കും. ഈ തത്വത്തിൽ നിന്നാണ് ഇതം, ഇല്ലേ, ഐ ആം ദിസ് എന്നുള്ള അത് തുടങ്ങുന്നത്. അപ്പോ എന്താ പറയാ, തത് ഐ ആം ദാറ്റ് എന്നല്ല. കാരണം ഇവിടെ ഈ പെർഫെക്റ്റ് പ്യൂരിറ്റി വന്നിട്ടില്ല. ഇപ്പൊ പൂർണ്ണ ശുദ്ധത എത്തിയിട്ടില്ല എന്നർത്ഥം. അപ്പൊ ഇതിനെയാണ് നമ്മൾ പ്രപഞ്ചബോധം അഥവാ യൂണിവേഴ്സൽ കോൺഷ്യസ്നെസ് എന്നൊക്കെ പറയുന്നത്. ജീവബോധം എന്ന് പറയുന്ന ഇൻഡിവിജ്വൽ കോൺഷ്യസ്നെസ് പ്രപഞ്ചബോധം അഥവാ യൂണിവേഴ്സൽ കോൺഷ്യസ്നെസ്സുമായിട്ട് ചേർന്നിട്ടില്ല. ഇപ്പൊ ബ്രഹ്മത്തിന്റെ പുനഃസൃഷ്ടിക്ക് കാരണമായിരിക്കുന്ന ശക്തി മാത്രമാണ്. ഈ അവസരത്തില് ബ്രഹ്മത്തിന്റെ ശക്തിയെ ഈ പ്രപഞ്ചത്തിന്റെ പുനഃസൃഷ്ടിക്കാൻ, അതായത് അതിനെയാണ് നമ്മൾ അനുഗ്രഹം എന്ന് പറയുന്ന അടുത്ത നാമത്തിൽ പറയുന്നത്. ബ്രഹ്മത്തിന്റെ ഇച്ഛയെ നമുക്ക് 3 തത്വങ്ങളായിട്ട് തിരിക്കാം: ശുദ്ധവിദ്യ, ഈശ്വരൻ, സദാശിവൻ. അപ്പോ സദാശിവ, സദാശിവ എന്നുള്ള നാമം വളരെ ഉയർന്ന നാമമാണ്. എപ്പോഴും മംഗളത്തെ ചെയ്യുന്നവൾ. കാരണം ശിവം എന്ന് പറഞ്ഞാൽ മംഗളം, സദാ എന്ന് പറഞ്ഞാൽ എപ്പോഴും, അല്ലേ? അപ്പോ വിരളതര ശുദ്ധ സത്വ സ്വരൂപനായിരിക്കുന്ന ഈശ്വരൻ സദാശിവൻ. അപ്പൊ സദാശിവനിൽ നിന്ന് അഭിന്നയായിരിക്കുന്നവൾ സദാശിവ. അപ്പൊ പഞ്ചഭൂതങ്ങള്, പഞ്ചതന്മാത്രകള്, ജ്ഞാനേന്ദ്രിയങ്ങൾ 5 കർമ്മേന്ദ്രിയങ്ങള്, മനസ്സ്, മായ, ശുദ്ധവിദ്യ, മഹേശ്വരൻ, സദാശിവൻ എന്നുള്ള 5 തത്വങ്ങള്. അപ്പൊ ഇവയില് 25ാമത്തെ തത്വം സദാശിവൻ എന്ന് പറയുന്ന തത്വമാണ്. ആ തത്വസ്വരൂപിണി ആയതുകൊണ്ട് ദേവിയെ സദാശിവ, സദാശിവൻ ശക്തിയോട് ചേരുമ്പോഴാണ് പ്രപഞ്ചോൽപത്തി ഉണ്ടാകുന്നത്, അല്ലേ? ഇപ്പൊ സദാശിവ ശക്തി സമ്പുടത്തെ 26ാമത്തെ തത്വമായിട്ട് പറയുന്നുണ്ട്. അപ്പോ അടുത്തതോ അനുഗ്രഹദ, അനുഗ്രഹം തരുന്നവളായിട്ടിരിക്കുന്നു, അനുഗ്രഹത്തെ കൊടുക്കുന്നവൾ, അല്ലേ? ഇപ്പൊ ഭക്തന്മാർക്ക് ഐഹികവും ആ ഒരു പാരത്രികവുമായിട്ടുള്ള ദുഃഖങ്ങളിൽ നിന്ന് മോചനം നൽകി അനുഗ്രഹിക്കുന്നവൾ. ഇപ്പൊ ബ്രഹ്മാവിഷ്ണു മഹേശ്വരന്മാർക്ക് സൃഷ്ടിസ്ഥിതി സംഹാര രൂപമായിരിക്കുന്ന ശക്തികൾ നൽകി ജഗത്തിന്റെ സൃഷ്ടിയാദികൾക്ക് അനുഗ്രഹം കൊടുക്കുന്നവൾ എന്ന സൗഭാഗ്യഭാസ്കരം. അപ്പൊ വളരെ ഉയർന്ന ഒരു നാമം. കാരണം എല്ലാത്തിനും ആധാരമായിട്ടിരിക്കുന്നവളില്ലേ, തന്നെ ആ ഒരു ശ്രീമാതയായിട്ട്, ശ്രീ മഹാരാജ്ഞിയായിട്ട്, സിംഹാസനേശ്വരിയായിട്ടിരിക്കുന്ന ഒരാൾക്ക് മാത്രമേ അനുഗ്രഹം കൊടുക്കാൻ പറ്റുള്ളൂ, ഇല്ലേ? എല്ലാവർക്കും ഒരു ഗുരുവിന്, മാതാവിന്, പിതാവിന്, സൃഷ്ടിക്കുന്നവർക്കാണ് അനുഗ്രഹം കൊടുക്കാനുള്ള ആ ഒരു കടമ, ഇല്ലേ? അപ്പൊ അതുപോലെ ദേവി ഇവിടെ എന്താ പറയാ, അനുഗ്രഹം ദാ എന്ന് പറഞ്ഞ നൽകുന്നവൾ, അനുഗ്രഹത്തെ നൽകുന്നവൾ. അപ്പോ ഏറ്റവും മംഗളകരമായിരിക്കുന്ന ശിവന്റെ, അതായത് ശിവയുടെ കർമ്മം എന്നത് അനുഗ്രഹം തന്നെയാണ്. ഇതിനെയാണ് പുനഃസൃഷ്ടി അഥവാ നമ്മൾ റീക്രിയേഷൻ എന്ന് പറയുന്നത്. അനുഗ്രഹം എന്നാല് വശ്യത, അല്ലെങ്കിൽ ഉത്തേജിപ്പിക്കുക, ഗ്രേസ്, അല്ലെ? അല്ലെങ്കിൽ പ്രൊമോട്ടിങ് എന്നൊക്കെ നമുക്ക് പറയാം. പ്രളയം കഴിഞ്ഞ് ഈ പ്രപഞ്ചമെല്ലാം അപ്രത്യക്ഷപ്പെടുമ്പോൾ ഒന്നും അവശേഷിക്കുന്നില്ല എന്ന് നമ്മൾ കണ്ടു. അപ്പൊ എല്ലാ ആറ്റംസും ഒരുമിച്ച് ഹിരണ്യ ഗർഭാവസ്ഥയില്, അതായത് ഗോൾഡൻ എഗ്ഗിൽ ഇരിക്കുകയാണ്. അപ്പോൾ ഇതിനെയാണ് അനുഗ്രഹം എന്ന കൃത്യത്തിലൂടെ വീണ്ടും ഈ ആത്മാക്കളെ എല്ലാം പുനർസൃഷ്ടിക്കപ്പെടുന്നത്. അപ്പൊ ലയനത്തിന് ശേഷം ഈ പുനർസൃഷ്ടി എന്ന് പറയുന്ന റീക്രിയേഷൻ നടത്തുന്നത് ശക്തിയാണ്, ജഗദംബികയാണ്, പരാശക്തി, രാജരാജേശ്വരിയാണ്, പരാഭട്ടാരികയാണ്. അപ്പൊ ഇതാണ് ദേവിയുടെ സദാശിവ രൂപം എന്ന് പറയുന്നത്. ഇപ്പൊ കരുണാമൃത സാഗരയായിട്ട് തന്റെ മക്കളെ വീണ്ടും എന്താ പറയാ ഈ പ്രപഞ്ചത്തിലേക്ക് കൊണ്ടുവരുന്നത് അമ്മയാണ്. ശാസ്ത്രങ്ങളെല്ലാം തന്നെ ഒരു ഗുരുവിന്റെ പ്രാധാന്യത്തെ എടുത്തു പറയുന്നുണ്ട്. എപ്പോഴാണോ ശ്രീചക്രത്തെ സ്മരിക്കുന്നു, ആ ഒരു ഗുരു പരമ്പരയെ സ്മരിക്കാതെ ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നുണ്ട്. ഗുരുവിനെ ആദ്യം സ്മരിക്കുന്നത് ഓം എന്ന് പറയുന്ന ആ ഒരു പ്രണവത്തിലൂടെയാണ്. പിന്നെ ബ്രഹ്മാവ്, വിഷ്ണു, മഹേശ്വരൻ, സദാശിവൻ എന്ന രൂപങ്ങളിലും, ഇപ്പൊ നേരത്തെ പറഞ്ഞ 5 നാമങ്ങളിലും നമ്മൾ ഗുരുവിനെ വന്ദിക്കുന്നുണ്ട്, അല്ലെ? അപ്പോ ഈ പഞ്ചകൃത്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ദേവിക്കായിക്കൊണ്ട് നമസ്കാരം. ഇപ്പൊ പഞ്ചകൃത്യ പരായണ. ഇപ്പൊ നമ്മൾ എല്ലാ കൃത്യങ്ങളും കണ്ടു അമ്മയുടെ, അല്ലേ? 5 കൃത്യങ്ങളും മുഴുകിയിരിക്കുന്നവൾ, സൃഷ്ടി, സ്ഥിതി, സംഹാരം, തിരോധാനം, അനുഗ്രഹം, ഇവ 5 കൃത്യങ്ങളും ചെയ്യുന്നവൾ. അപ്പോ പഞ്ചകൃത്യങ്ങളില് പരായണയായിട്ടിരിക്കുന്നവൾ, താല്പര്യമുള്ളവൾ, അല്ലെ? സൃഷ്ടിസ്ഥിതി സംഹാര തിരോധാന അനുഗ്രഹത്തെയാണ് നമ്മൾ പഞ്ചകൃത്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പോ ദേവി പഞ്ചകൃത്യങ്ങൾ
ചെയ്യുന്നതിൽ ഉത്സുകയായിട്ട് ഇരിക്കുന്ന സാക്ഷാൽ പരാശക്തിയാണ്, പരമശിവന്റെ പത്നിയാണ്. 250 നാമം നമ്മൾ പഞ്ചബ്രഹ്മ സ്വരൂപിണി എന്നത് ഇപ്പൊ പറഞ്ഞു കഴിഞ്ഞു ഇല്ലേ? അമ്മയുടെ പഞ്ചബ്രഹ്മ സ്വരൂപം, പഞ്ചകൃത്യങ്ങള്, പഞ്ചപ്രേതങ്ങൾ എങ്ങനെ പഞ്ചബ്രഹ്മങ്ങളായിട്ട് തീരണു, അമ്മയുടെ കർമ്മങ്ങൾ, അമ്മ എന്താണ് ഈ പ്രപഞ്ചത്തിൽ ചെയ്യുന്നത്, ഇതെല്ലാം ഇവിടെ അവസാനിക്കുകയാണ്. ഇനി 5 കൃത്യങ്ങളും ദേവി ചെയ്യുന്ന ആ ഒരു പ്രകാശം അഥവാ ചിത്ത്, പിന്നെ വിമർശം എന്ന് പറയുന്ന ശക്തിയിലൂടെയാണ്. ഇപ്പൊ മഹാമായാ സ്വരൂപിണിയാണ് അമ്മ. ദേവി തന്നെയാണ് ചിത് ശക്തി എന്നറിയപ്പെടുന്നത്. ചിത്ത് എന്നാല് ഒരിക്കലും മാറാത്ത പരബ്രഹ്മ സ്വരൂപത്തിനാണ് നമ്മൾ ചിത്ത് എന്ന് പറയുന്നത്. ഇപ്പൊ കോൺഷ്യസ്നസ് ദാറ്റ് ഈസ് അബ്സല്യൂട്ട് ആൻഡ് അൺചേഞ്ചിങ്. ഇപ്പൊ കാശ്മീർ ശൈവിസത്തെ അടിസ്ഥാനപ്പെടുത്തിയ ആ ഒരു പ്രത്യഭിജ്ഞാ ഹൃദയത്തില് ആത്മസാക്ഷാത്കാരം അഥവാ സെൽഫ് റിയലൈസേഷനെ കുറിച്ച് പറയുന്നുണ്ട്. ഈ പ്രപഞ്ചത്തെ പുറത്തു കൊണ്ടുവരുന്നത് വേറൊരു ശക്തികളെയും ആശ്രയിച്ചല്ല, തന്റെ സ്വതന്ത്ര ശക്തിയിൽ മാത്രമാണ് അമ്മ ഇതിനെ എല്ലാം പുറത്തേക്ക് കൊണ്ടുവരുന്നത്. ഈ പ്രപഞ്ചം ദേവിയുടെ ഉള്ളിലുണ്ട്, അതിനെ പുറത്തു കൊണ്ടുവന്ന് ദൃശ്യമാക്കുന്നു എന്ന് മാത്രം. ഒരു ആത്മാവിന്റെ, അതായത് ഒരു സോളിന്റെ തലത്തില് പോലും ശിവന്റെ 5 കൃത്യങ്ങളും നടക്കുന്നുണ്ട് അല്ലേ? കാരണം മാനിഫെസ്റ്റിംഗ്, റിലിഷിങ്, ആ ഒരു തിങ്കിങ് ഔട്ട്, സെറ്റിംഗ് ഓഫ് സീഡ് ആൻഡ് ഡിസൊല്യൂഷൻ. ഒരു വ്യക്തിക്ക് ഇത് മനസ്സിലാകാത്തത് തന്റെ ഇഗ്നോറൻസ് അഥവാ അവിദ്യ കൊണ്ടാണ്. ഇപ്പൊ കൃത്യങ്ങളെ ചെയ്യേണ്ട കർമ്മങ്ങൾ എന്നർത്ഥം. ഈശ്വരൻ എന്നുള്ള തലത്തില് എന്താ പറയാ, ആ ഒരു സൃഷ്ടികർത്തൃ എന്നുള്ള ഇതില് ഓരോ കർമ്മങ്ങളും അമ്മ എന്താണ് ചെയ്തുകൊണ്ടേയിരിക്കണു ഈ പ്രപഞ്ചത്തില്. ആ അമ്മ ആരാണ്, എങ്ങനെയാണ് അമ്മ ഇരിക്കുന്നതിന് പറയുകയാണ് ഭാനുമണ്ഡല മധ്യസ്ഥ. ഭാനുമണ്ഡല മധ്യസ്ഥ ഭൈരവി ഭഗമാലിനി പത്മാസന ഭഗവതി പത്മനാഭ സഹോദരി. ഇങ്ങനെ 6 നാമങ്ങൾ ചേർത്ത് വായിക്കേണ്ടതാണ്. ഭാനുമണ്ഡല മധ്യസ്ഥ, ഭാനു പ്ലസ് മണ്ഡല പ്ലസ് മധ്യസ്ഥ. അപ്പൊ സൂര്യമണ്ഡലത്തിന്റെ മധ്യത്തായി സ്ഥിതി ചെയ്യുന്നവൾ. ഇപ്പൊ സന്ധ്യാവന്ദന സമയത്ത് സൂര്യമണ്ഡലത്തിന്റെ മധ്യത്തായി തന്റെ ഇഷ്ടദേവതയെ സങ്കല്പിച്ച് സാധന അനുഷ്ഠിക്കാറുണ്ട് ഇല്ലേ? പല ഉപാസകരും അങ്ങനെ ചെയ്യാറുണ്ട്. സൂര്യമണ്ഡലത്തിന്റെ മധ്യത്തിൽ സ്ഥിതി ചെയ്യുന്ന ദേവിയെ ശരിക്കും ഗായത്രി രൂപത്തില് സൂര്യമണ്ഡല മധ്യസ്ഥയായിട്ട് ഉപാസിക്കാറുണ്ട്. അപ്പോ അനാഹത പത്മം എന്ന് പറയുന്ന നമ്മുടെ ശരീരത്തിലിരിക്കുന്ന സൂര്യമണ്ഡലം ഇല്ലേ? നമ്മുടെ ശരീരം എടുക്കുകയാണെങ്കിൽ അനാഹത പത്മമാണ് സൂര്യസ്ഥാനം എന്ന് പറയുന്നത്. അനാഹതത്തിൽ സ്ഥിതി ചെയ്യുന്നവൾ എന്ന പിണ്ടാണ്ടസ്ഥയായ ദേവിയെ നമുക്ക് അങ്ങനെയും മനസ്സിലാക്കാം. സൂര്യമണ്ഡലം എന്ന ഭാനുമണ്ഡലത്തിന്റെ മധ്യത്തിലിരിക്കുന്ന ദേവി, ചാന്ദ്യോപനിഷത്ത് പറയുന്നത് സൂര്യമണ്ഡല മധ്യത്തില് ഒരു ദേവത വസിക്കുന്നു. ആ ദേവതയെ നേത്രങ്ങൾ കൊണ്ട് കാണാൻ സാധിക്കുകയില്ല, യോഗികൾക്ക് മാത്രമാണ് ദൃശ്യമാകുന്നത്. ശരീരം മുഴുവൻ സ്വർണ്ണ പ്രഭയോടെ തിളങ്ങുന്ന ശക്തിയാണിത്. ആ ശക്തിയാണ് ഇവിടെ നമസ്കരിക്കുന്നത്. അപ്പൊ വേദങ്ങളുടെ സ്വരൂപമായിരിക്കുന്ന ഈ ശക്തി തന്റെ പ്രകാശത്തെ അനേകം ലോകങ്ങളിൽ പരത്തുന്നു. ഈ ലോകങ്ങൾ എന്നത് പൂർണ്ണ ഗായത്രി മന്ത്രത്തിന്റെ വ്യാകൃതികളെയാണ് പറയുന്നത്. ഊർധ്വലോകങ്ങൾ 7, അധോലോകങ്ങൾ 7, അങ്ങനെ 14 ലോകങ്ങള്. ഈ എന്താ പറയാ, ഈ കാൽപ്പനിക ലോകങ്ങളിലെല്ലാം തന്നെ ഒരാളുടെ ബോധമണ്ഡലത്തിന്റെ വികസനമാണെന്ന് മനസ്സിലാക്കണം. ശരിക്കും പറഞ്ഞാല് മോഡിഫിക്കേഷൻ ഓഫ് വൺസ് ഓൺ കോൺഷ്യസ്നസ്. ഇതിനെ പ്രാപഞ്ചിക തലത്തിൽ നോക്കിയാൽ 3 ലോകങ്ങൾ എന്നത് നമ്മൾ കണ്ടു. ജാഗ്രത, സ്വപ്നം, സുഷുപ്തി എന്നും പറയാം. വെഷ്ടി ശരീരത്തിലെ അനാഹത ചക്രത്തെയാണ് നമ്മൾ ഭാനുമണ്ഡലം എന്ന് പറയണത്. ഇവിടെ കുണ്ടലിനി സ്വർണ നിറത്തിലാണ് പ്രകാശിക്കുന്നത്. ഈ നാമത്തെ ദേവിയുടെ കുണ്ടലിനി രൂപമായിട്ടും എടുക്കാൻ പറ്റും. അപ്പൊ ഭാനുമണ്ഡല മധ്യസ്ഥ. അടുത്തത് ഭൈരവി. ഭൈരവ സമ്പ്രദായത്തിൽ ആരാധിക്കപ്പെടുന്നവൾ. ഭൈരവി എന്ന് പറഞ്ഞാൽ ശ്മശാനത്തിൽ നൃത്തം ചെയ്യുന്ന ഒരു അവധൂത യോഗിയായിരുന്ന ഭൈരവൻ ഇല്ലേ? ശിവ അവതാരം തന്നെയാണ്. അപ്പൊ ആ ഭൈരവന്റെ പത്നിയായിട്ടിരിക്കുന്നവൾ ഭൈരവി. ഭൈരവൻ പരമശിവൻ തന്നെയാണ് അല്ലെ? ശിവപത്നിയെയാണ് നമ്മൾ ഭൈരവി എന്ന് പറയുന്നത്. അഷ്ടമൂർത്തിയായിരിക്കുന്ന ശിവന്റെ ഒരു മൂർത്തിയാണ് ഭൈരവൻ. ഭയങ്കരമായിരിക്കുന്ന രൂപത്തോടുകൂടി ശ്മശാനത്തിൽ നൃത്തം വെക്കുന്ന ഭൈരവന്റെ സ്ത്രീ രൂപമായിരിക്കുന്ന ഭൈരവിയെ ഞാൻ നമസ്കരിക്കുന്നു. ഭൈരവ ശബ്ദത്തിന് ഭയങ്കരം എന്ന അർത്ഥമുണ്ട്. കാരണം ദുഷ്ടനിഗ്രഹത്തിനായിട്ട് ദേവി ഭൈരവ രൂപങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട്. അപ്പൊ ഭയങ്കരി എന്ന പദാർത്ഥം. അപ്പൊ ഭീരുക്കളുടെ, അതായത് സ്ത്രീകളുടെ ആ ഒരു സംഹതിക്ക്
കൂട്ടിന് ഭൈരവി എന്ന അർത്ഥം നമുക്ക് വ്യാഖ്യാനമായിട്ട് എടുക്കാം. ഇപ്പൊ ത്രിപുരാംബ ചക്രേശ്വരി എന്ന മന്ത്രത്തിന്റെ മധ്യകൂടത്തില് ഭൈരവി എന്നുള്ള പേരുണ്ട്. ആ മന്ത്രസ്വരൂപിണിയായിട്ട് മന്ത്രസംബന്ധമായിട്ട് കൂടുതൽ വിവരം നമ്മൾ ഗുരുമുഖത്തു നിന്ന് അറിയേണ്ടതാണ്. ഭൈരവി എന്ന പദത്തിന് 12 വയസ്സായ കന്യക എന്നും അർത്ഥമുണ്ട്. അപ്പൊ ആ രൂപത്തിലിരിക്കുന്ന ദേവി. അപ്പൊ ഭൈരവൻ എന്ന ശിവപത്നി ഭൈരവി, ഒരിക്കലും പിരിയാത്ത ശിവശക്തികൾ എന്നർത്ഥം. ശിവന്റെ ഭൈരവ രൂപത്തിലുള്ള കഥ വളരെ പുണ്യമാണ് കേൾക്കുന്നത് തന്നെ. അപ്പൊ ഭ എന്നാല് ഈ സൃഷ്ടപ്രപഞ്ചത്തെ പരിപാലിക്കുന്ന എന്നർത്ഥം. രാ എന്നാല് ലയിപ്പിക്കല്, വാ എന്നാല് പുനർ സൃഷ്ടി അഥവാ റീക്രിയേഷൻ. ഈ ശിവൻ എന്നത് സട്ടിൽ ഫോമാണ്. ഇവിടെ ബാഹ്യമായിട്ട് യാതൊരു ശക്തി പ്രകടനവും ഇല്ല എന്നർത്ഥം. ഇവിടെയാണ് ബ്രഹ്മതത്വം എന്ന് പറയുന്ന ആ ഒരു മാനിഫെസ്റ്റേഷൻ ഓഫ് സുപ്രീം ബ്രഹ്മൻ നടക്കുന്നത്. അപ്പൊ ഇത് ബോധതലങ്ങൾക്കും അപ്പുറത്താണ്. അപ്പൊ ഇവിടെ തത്വങ്ങള് മന്ത്രങ്ങള് ഒന്നുമില്ല. ഓം എന്ന് പറയുന്നതിന് അപ്പുറം. ഭൈരവൻ എന്നത് എല്ലാറ്റിനും അപ്പുറത്തുള്ള ഒരു ഉണ്മയാണ്. വിജ്ഞാന ഭൈരവ തന്ത്രം എന്ന് പറയുന്ന കാശ്മീർ തന്ത്ര പുസ്തകത്തില് ധാരാളം യോഗമുറകൾ നിർദ്ദേശിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ശ്വസനക്രിയയിലെ 2 പോയിന്റുകളാണുള്ളത്. പുറത്തേക്കുള്ള ശ്വാസം അഥവാ എക്സലേഷൻ അവസാനിക്കുന്ന തലം, അവിടെ നിന്ന് അകത്തേക്ക് വരുന്ന ശ്വസനത്തിൽ ഇൻഹലേഷൻ അല്ലെ, അത് അവസാനിക്കുന്ന പോയിന്റ്. ഈ 2 അവസരത്തിലും ശ്വാസം ഒരു നിമിഷത്തേക്ക് ഇല്ലാതായിരിക്കുന്ന ഒരു വളരെ ഫ്രാക്ഷൻ ഓഫ് എ സെക്കൻഡ് ഉണ്ട്, അല്ലെങ്കിൽ റെസ്റ്റ് എടുക്കുന്നു എന്ന് പറയാം. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? ഒരു നിമിഷം ശ്വാസം നിന്നു എന്നല്ല, ശക്തിയുടെ രൂപത്തില് ശരീരത്തിലല്ലാതെ ഇരുന്നു എന്നർത്ഥം. അപ്പൊ ഇതിനെ നമുക്ക് ശക്തി, അതായത് ആ ഒരു എന്താ പറയാ, ഒരു സസ്പെൻഡഡ് അനിഹിലേഷൻ, സസ്പെൻഡഡ് അനിമേഷൻ എന്ന് ആയിട്ട് തീരുന്നുണ്ട്. അങ്ങനെ നമുക്ക് പറയാം. ഇപ്പൊ ബ്രഹ്മത്തെ അറിയണമെങ്കിൽ ഈ ശക്തിയാണ് നമ്മൾ അറിയേണ്ടത്. ഈ ശക്തിയാണ് നമ്മൾ ഭൈരവി എന്ന് പറയുന്നത്. അപ്പൊ ഇത് ആ ഒരു ബ്രഹ്മത്തിന്റെ പ്രകാശ വിമർശങ്ങളെ തന്നെയാണ് പറയുന്നത്. ശക്തിയാണ് പ്രാണന്റെ സ്വരൂപത്തിൽ മുകളിലേക്കും താഴേക്കും സഞ്ചരിക്കുന്നത്. ഇതിനെയാണ് വിമർശ ശക്തി എന്ന് പറയുന്നത്. പ്രകാശം എന്നത് ചലനമില്ലാത്തതും സ്വയം പ്രകാശമാനമായിരിക്കുന്ന ആത്മാവാണ് ഉള്ളില്. അത് ഇരുന്നു കൊണ്ട് യോഗസൂത്രത്തില് ആ പ്രാണനെ ശ്രദ്ധിക്കാൻ പറയുന്നത്. ഇപ്പൊ ക്ഷേത്രങ്ങളിൽ കാണുന്ന ക്ഷേത്ര പാലക സങ്കല്പത്തിലുള്ള ഭൈരവൻ അല്ലിത്. ഈ അഷ്ടഭൈരവന്മാരെന്നൊക്കെ ക്ഷേത്രത്തിന്റെ സംരക്ഷണത്തിനായിട്ട് അതിന്റെ ചുറ്റുമുള്ള ജനസമൂഹത്തെ രക്ഷിക്കാനുമായിട്ടുള്ളതാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ശിവശക്തികളുടെ സംയോഗം കൊണ്ടാണ് വാക്കുണ്ടാകുന്നത് അല്ലെ. ശിവൻ എന്നത് അർത്ഥവും ശക്തി എന്നത് വാക്കിന്റെ അടിസ്ഥാനവുമാണ്. അതുകൊണ്ടാണ് ശിവശക്തികളെ പിരിക്കാൻ പറ്റില്ല എന്ന് പറയുന്നത്. വാക്കും അർത്ഥവും പോലെ യോജിച്ചിരിക്കുന്നു എന്ന് പറയാൻ കാരണം അതുകൊണ്ടാണ്. വാക്കിൽ നിന്ന് അർത്ഥത്തിനെ പിരിക്കാൻ സാധ്യമല്ല അല്ലെ. ഇതേ അടിസ്ഥാന തത്വമാണ് ഭൈരവനും ഭൈരവിയും. ഇത് 12 വയസ്സുള്ള കുട്ടിയായിരിക്കുന്ന ദേവിയെ ഭൈരവി എന്ന് പറയാറുണ്ട്. അപ്പൊ ഈ ഭൈരവി തന്നെയാണ് എന്താ ഭഗമാലിനി. അപ്പൊ ഭഗമാലിനി എന്ന് പറയുന്ന നിത്യയുടെ രൂപം ധരിച്ച ദേവി ഇവിടെ അല്ലെ. 277 നാമം ഭഗമാലിനി. അപ്പോ പ്രതിപദം മുതൽ പൗർണമി അമാവാസി വരെയുള്ള തിഥികളെയാണ് നമ്മൾ അധിഷ്ഠാന ദേവിമാരായിട്ട് 16 നിത്യകളുണ്ടെന്ന് പറയുന്നത് അല്ലെ. ചന്ദ്രകലാരൂപകളായിരിക്കുന്ന ഈ ഷോഡശിക നിത്യമാര് ഷോഡശാക്ഷരി മന്ത്രത്തിന്റെ 16 വർണ്ണങ്ങളുള്ള സ്വരൂപങ്ങളാണെന്ന് പറയാറുണ്ട്. അപ്പൊ അതിൽ 3ാമത്തെ നിത്യദേവിയുടെ പേരാണ് ഭഗമാലിനി. ആ ദേവിയുടെ സ്വരൂപം ധരിച്ചവൾ. അപ്പൊ ഈ എന്താ പറയാ, സൗഭാഗ്യ ഭാസ്കരത്തില് കാരണം ഷഡ് ഗുണത്തെ ധരിക്കുന്നവളായിട്ട് പറയുന്നുണ്ട് ഭഗമാലിനി. ഐശ്വര്യം, ധർമ്മം, കീർത്തി, ശ്രീ, ജ്ഞാനം, വിജ്ഞാനം എന്നിവയെ ഷഡ്ഗുണങ്ങള്, ഐശ്വര്യം, എന്താ പറയാ, ധർമ്മം, യശസ്, കീർത്തി, ജ്ഞാനം, വൈരാഗ്യം, ഇതെല്ലാത്തിനെയും നമുക്ക് അതായിട്ട് പറയാൻ പറ്റും. അപ്പൊ ഈ എന്താ പറയാ, ഇതാണ് ഭഗങ്ങൾ എന്ന് പറയാറുള്ളത്. അപ്പൊ ഈ എല്ലാ ഗുണങ്ങളെയും ധരിക്കുന്നവൾ ഭഗമാലിനി. അപ്പൊ ഭഗ ശബ്ദത്തിന് യോനി എന്നർത്ഥമുണ്ട്. ഭഗമാലിനി ഭഗരൂപത്തെ ധരിക്കുന്നവളാണ്. കാരണം ആ ഒരു എന്താ പറയാ, ലിംഗാകൃതിയായിരിക്കുന്ന സമസ്ത വസ്തുക്കൾ ശിവന്റെയും യോനി രൂപങ്ങളായിരിക്കുന്ന സമസ്ത വസ്തുക്കളും ദേവിയുടേതുമാണെന്ന്, വിഭൂതികളാണെന്ന് പ്രസിദ്ധാണ്. ഇപ്പൊ ഭഗമാലിനി എന്നൊരു മന്ത്രമുണ്ട്.
അപ്പൊ ആ മന്ത്രത്തില് ഭഗശബ്ദം ആവർത്തിച്ച് വരുന്നതുകൊണ്ടാണ് ആ പേര്. ആ മന്ത്രത്തിന്റെ ആവരണ ദേവതയെന്നും മന്ത്രസ്വരൂപിണിയെന്നും ഈ നാമത്തിന് നമുക്ക് അർത്ഥമെടുക്കാം. അപ്പോ ഭഗങ്ങളെ കൊണ്ടുള്ള മാല അണിഞ്ഞവൾ. അപ്പൊ ഭഗങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടു, ശ്രീ, കീർത്തി, വാക്ക്, സ്മൃതി, മേധ, ക്ഷമ, അധികാരം, വീര്യം, ധർമ്മം, ജ്ഞാനം ഇത്യാദി ഭഗങ്ങള്. അപ്പൊ ഭഗം എന്ന് പറഞ്ഞാൽ ഒറ്റ വാക്ക് പറയുകയാണെങ്കിൽ ഐശ്വര്യം, അങ്ങനെ നമുക്ക് പറയാം. അപ്പോ എന്താ പറയാ, സാവിത്രി ദേവിയെ നമ്മൾ ഭഗ എന്ന് സ്തുതിക്കാറുണ്ട് അല്ലേ. ഇനി ഭഗ എന്നാൽ ഭാഗ്യം, സന്തോഷം, സമ്പത്ത്, ഐശ്വര്യം, ആഢ്യത്വം, രാജപദവി, വിവേകം, സാമർഥ്യം, ആകർഷണത്വം, അല്ലെ, സൗന്ദര്യം എന്ത് വേണമെങ്കിലും നമുക്ക് എടുക്കാം. അപ്പൊ ദേവി തിഥിനിത്യാദേവികളിലെ ഒന്നാമതായിരിക്കുന്ന ഭഗമാലിനിയാണ്. ഒരു ചന്ദ്രമാസത്തിലെ തിഥിയും ഓരോ തിഥിനിത്യ ദേവതമാരുണ്ട്. അപ്പൊ 15 തിഥിനിത്യ ദേവതമാരുള്ളത്. ഇപ്പൊ തിഥി എന്നാല് ചന്ദ്രത്തിന്റെ അയനത്തെയാണ് പറയുന്നത്. അപ്പൊ ഭഗ എന്നുള്ള വാക്ക് മന്ത്രത്തിൽ ധാരാളം തവണ ആവർത്തിക്കുന്നത് കൊണ്ടാണ് ഈ ദേവി തിഥിനിത്യ ദേവിയായിരിക്കുന്ന ഭഗമാലിനി എന്ന് നമ്മൾ വിളിക്കാൻ കാരണം. അപ്പൊ തിഥിനിത്യ ദേവതകളെല്ലാം തന്നെ എന്താ പറയാ, ആ ഒരു നവാവരണ പൂജകളിൽ പൂജിക്കപ്പെടുന്നുണ്ട്. ഇനി ലിംഗപുരാണത്തിലെ ഭഗ എന്നുള്ള ദേവതയെ കുറിച്ച് പറയുന്നുണ്ട്. പ്രപഞ്ചത്തിന്റെ മുഴുവൻ മാതാവാണ് ഈ ശക്തി. ഈ ദേവിയുടെ പേരാണ് ഭഗ. ഈ ദേവിക്ക് 3 തലങ്ങളുണ്ട്. ലിംഗത്തിന്റെ താഴത്തെ ഭാഗമാണിത്. ആ ഒരു ലിംഗരൂപത്തിലുള്ള ശക്തി ഇത് ശരിക്കും ഉമാമഹേശ്വര സങ്കല്പം തന്നെയാണ്. ഏത് ആധാരം അഥവാ അധിഷ്ഠാനത്തിലാണോ ലിംഗം പ്രതിഷ്ഠിച്ചിരിക്കുന്നത് അതിനെ ഭഗം എന്ന് പറയുന്നുണ്ട്. ദേവിയുടെ 6 വിശിഷ്ട ഗുണങ്ങളെ ഭഗങ്ങൾ എന്ന് പറയാറുണ്ട്. അപ്പൊ ഭഗവതി ദേവി ധരിച്ചിരിക്കുന്ന മാല ഉണ്ടാക്കിയിരിക്കുന്നത് ഈ 6 ഗുണങ്ങൾ കൊണ്ടാണെന്ന് പറയാറുണ്ട്. അപ്പൊ ഭഗമാലിനിയായിരിക്കുന്ന ദേവി പത്മാസന. അപ്പൊ ഭഗവതിയായിരിക്കുന്ന ദേവി പത്മാസനത്തിൽ ഇരിക്കുന്നവളാണ്. പത്മം ആസനമായിട്ടുള്ളവൾ, താമരയിൽ ഇരിക്കുന്നവൾ, മഹാലക്ഷ്മി സ്വരൂപിണി അല്ലേ. അപ്പോ ബ്രഹ്മരൂപത്വാത് പത്മാസന എന്ന് സൗഭാഗ്യഭാസ്കരം ആ ഒരു പ്രകൃതിമയമായിരിക്കുന്ന ഇതളുകളും വികാരമയമായിരിക്കുന്ന കേസരങ്ങളും സംവിത്താകുന്ന നാളവുമുള്ള പത്മം പീഠമായിട്ടുള്ളവൾ. ഭാസ്കരാചാര്യര് പറയുന്നുണ്ട്, പത്മാം ലക്ഷ്മിയും സനതി. ഇപ്പൊ ലക്ഷ്മിയെ വിഭജിച്ചു കൊടുത്തവൾ, തന്റെ ഭക്തർക്ക് ഐശ്വര്യത്തെ പങ്കുവച്ചു കൊടുക്കുന്നവൾ എന്ന് വ്യാഖ്യാന ഭേദമുണ്ട്. പത്മനെ, അതായത് ശൂരപത്മനെ നശിപ്പിച്ചവളായതുകൊണ്ട് പത്മാസന എന്നും വ്യാഖ്യാനമുണ്ട്. പത്മാസനം പ്രസിദ്ധമായിരിക്കുന്ന ഒരു യോഗാസനാണ്. ആ ആസനം ദേവീരൂപം ആയതുകൊണ്ട് പത്മാസന. അപ്പൊ പത്മാസനത്തിൽ ഇരുന്ന് യോഗിമാരാൽ ധ്യാനിക്കപ്പെടുന്നവൾ പത്മാസന. അപ്പോ താമരപ്പൂവിൽ ഇരിപ്പവൾ അല്ലെ. പത്മം എന്ന് പറഞ്ഞാല് ശ്രീചക്രത്തിന്റെ നടുവിൽ ഇരിക്കുന്ന ബിന്ദു. ശ്രീചക്രം പ്രപഞ്ചത്തിന്റെ ജോമെട്രിക്കൽ ഫോമാണ്. ബിന്ദു പരബ്രഹ്മത്തിന്റെ സൂചകവുമാണ് അല്ലെ. അപ്പൊ ദേവി സദാ ഒരു താമരപ്പൂവില് യോഗഭാവത്തില് 2 കാലും മടക്കി വെച്ച് ആണ് നമ്മൾ കാണുന്നത് അല്ലെ. ഇത് ശരിക്കും പറഞ്ഞ ഒരു യോഗിക് പോസ്ചറാണ്. പത്മം എന്നാല് താമര. ഒരാള് പത്മാസനത്തിൽ ഇരിക്കുമ്പോൾ താമരപ്പൂ പോലെ തോന്നും. അപ്പൊ താമരയുടെ ഇലകളെ പ്രകൃതിയായും ശരിക്കും പറഞ്ഞാല് ആ ഒരു സോഴ്സ് ഓഫ് ഒബ്ജക്ടിവിറ്റി, അതിന്റെ കേസരങ്ങള്, അതായത് അതിന്റെ ഫിലമെന്റ്സ് എന്ന് പറയുന്നത് വികൃതിയായിട്ടും ഇല്ലേ. കാരണം അത് കാറ്റഗറീസ് ഓഫ് ചേഞ്ച് കണ്ടീഷൻ. അതിന്റെ ആ സ്റ്റോക്ക് എന്ന് പറയുന്നത് തണ്ടിനെ അറിവായിട്ടും പത്മത്തെ ലക്ഷ്മി ദേവിയായിട്ടും പറയാറുണ്ട്. അപ്പൊ ദേവി തന്റെ ഭക്തർക്ക് ധനം, ഐശ്വര്യം ഇവ അനുഗ്രഹിച്ചു കൊടുക്കുന്നു എന്നർത്ഥം. അപ്പൊ ഇവിടെ ഭൗതിക സമ്പത്ത് മാത്രമല്ല പറയുന്നത്, ആ ഒരു സ്പിരിച്വൽ വെൽത്ത്, ആധ്യാത്മിക അറിവ്, എല്ലാ ഐശ്വര്യത്തെ കൂടെയാണ് ചേർത്താണ് ഇത് പറയുന്നത്. ശരിക്കും പറഞ്ഞാല് ദ കപ്പാസിറ്റി ടു ഹാവ് ഹയർ ലെവൽ ഓഫ് കോൺഷ്യസ്നസ്. ഈ അറിവ് കൊണ്ട് മാത്രമേ ബ്രഹ്മത്തെ നമുക്ക് അറിയാൻ സാധിക്കുന്നുള്ളൂ അല്ലെ. ബ്രഹ്മാവ് സൃഷ്ടികർത്താവാണെന്ന അർത്ഥവും നമുക്ക് എടുക്കാം. നമ്മളെ കാഞ്ചീപുരത്തെ കാഞ്ചി കാമാക്ഷി ദേവി ഇരിക്കുന്നത് 2 കാലും അടിച്ചു വെച്ച് പത്മാസനത്തിലാണ്. അതിനെ ഒരു യോഗാവസ്ഥയിൽ ഇരിക്കണമെന്ന് പറയാറുണ്ട്. അപ്പൊ ഈ ദേവി ഭഗവതിയാണ് അല്ലെ. ആ ഒരു പത്മാസന ഭഗവതി. അപ്പൊ ഭഗശബ്ദത്തിന് ഐശ്വര്യം തുടങ്ങിയ 5 ഗുണങ്ങൾ നമ്മൾ കണ്ടു അല്ലെ. അപ്പൊ അങ്ങനെയുള്ള എന്താ പറയാ ദേവി, പത്മാസനത്തിൽ ഇരിക്കുന്ന ദേവി ഭഗവതിയാണ്. അപ്പോ എന്താ പറയാ, ദേവി ഭാഗവതത്തിലെ ഉൽപ്പത്തി, വിപത്തി, ഭൂതങ്ങളുടെ
ആഗതി ഗതികൾ എന്നിവയെ അറിയുന്നവളെയാണ് ഭഗവതി എന്ന് പറയുന്നത്. അതായത് ഭജിക്കുന്നവരെ രക്ഷിക്കുന്നവൾ. ഭജ എന്ന ധാതുവിൽ നിന്നാണ് ഭഗ എന്നുള്ള ശബ്ദം ഉണ്ടായിരിക്കുന്നത്, അല്ലെ? അപ്പൊ ദേവി പരാശക്തി ഏറ്റവും മംഗളകരവും ശിവന്റെ സ്വതന്ത്ര ശക്തിയുമാണ്. 277 നാമത്തിന്റെ തുടർച്ചയാണിത്. ഭഗം എന്നാൽ ദേവിയുടെ 6 പ്രധാന ഗുണങ്ങളാണെന്ന് നമ്മൾ കണ്ടു, അല്ലെ? അധീശത്വം, വിവേകം, കീർത്തി, ഐശ്വര്യം, ജ്ഞാനം, വൈരാഗ്യം. ഇത് ബ്രഹ്മത്തിന്റെ 6 വിശേഷണങ്ങളായിട്ടാണ് പറയുന്നത്. ഇനി വേറെ 6 ഗുണങ്ങള് സൃഷ്ടി, സംഹാരം, വർധന, തേയ്മാനം, വാക്സിൻ, അല്ലെ? വിദ്യ, അവിദ്യ എന്നെല്ലാം പറയാം. അപ്പൊ ഇതെല്ലാം തന്നെ ദേവി ദേവന്മാരും ഒരുപോലെ വന്ദിക്കുന്നത് പരാശക്തിയാണ്. അതുകൊണ്ട് ദേവിയെ ഭഗവതി എന്ന് പറയണു. വിഷ്ണു സഹസ്രനാമത്തിലെ 558 ഭഗവതേ എന്നുള്ള നാമം ഇതേ അർത്ഥത്തിലാണ് പറഞ്ഞിരിക്കുന്നത്. വിഷ്ണു ദേവിയുടെ പുരുഷ രൂപമായിട്ടാണ് കാണുന്നത്, അല്ലെ? ചരാചരാത്മകം വിശ്വം വിഷ്ണുരേവന സംശയ വിഷ്ണു സാക്ഷാത് ഉമാദേവി സാവി ദേവി ശിവസ്വയം. നമ്മളിത് എപ്പോഴും മനസ്സിലാക്കിക്കൊള്ളണം. കാരണം വിഷ്ണുവും ദേവിയും തമ്മിൽ യാതൊരു വ്യത്യാസവുമില്ല. അപ്പോ ഭഗവതി പത്മനാഭ സഹോദരി, പത്മാസന ഭഗവതി പത്മനാഭ സഹോദരി. 280 നാമം വിഷ്ണുവിന്റെ സഹോദരിയായിരിക്കുന്നവൾ. ചിദഗ്നികുണ്ഡത്തിൽ നിന്നാണ് വിഷ്ണു രൂപം വന്നതല്ലേ? അപ്പൊ അതുകൊണ്ടാണ് സാഹോദര്യം പറയുന്നത്. ഉദരം എന്ന് പറഞ്ഞാൽ രൂപം, പൂർണ്ണമാകുന്ന സ്ഥലം. അപ്പൊ വിഷ്ണു രൂപം വന്ന അതേ സ്ഥാനത്ത് നിന്നാണ് ദേവീ രൂപവും ഉദ്ഭവം കൊണ്ടതെന്ന് അർത്ഥം. ഇപ്പൊ ചിദഗ്നികുണ്ഡ സംഭൂത എന്നുള്ള നാമത്തില് നമ്മളത് പറയുന്നുണ്ട്. അപ്പൊ പത്മനാഭന്റെ, അതായത് വിഷ്ണുവിന്റെ സഹോദരിയായിട്ടിരിക്കുന്നവൾ. ഇപ്പൊ ബ്രഹ്മം ധർമ്മമെന്നും ധർമ്മിയെന്നും 2 രൂപമായി. ധർമ്മം സകല ജഗത്തിനെയും ഉദ്ധാരകനായിരിക്കുന്ന വിഷ്ണുവായി. ധർമ്മി ആ ഒരു പരമശിവ മഹിഷി ഭാവം സ്വീകരിച്ചുവെന്നും പറയണം. വിഷ്ണുവും ദേവിയും പരമേശ്വരനും ചേർന്ന് അഖണ്ഡമായിരിക്കുന്ന ബ്രഹ്മം എന്ന ശൈവ മത രഹസ്യം. ദേവകി ഗർഭത്തില് വിഷ്ണു കൃഷ്ണനായിട്ട് ജനിക്കുന്ന സമയത്ത് ദേവി യശോദയുടെ ഗർഭത്തിൽ പിറന്നു. ഭാഗവത കഥ നമുക്കറിയാം. അങ്ങനെ ദേവി പത്മനാഭന്റെ സഹോദരിയായിട്ട് മാറുകയാണ്. അപ്പൊ ഇന്ദ്രനും ഉപേന്ദ്രനും വിഷ്ണുവും ദേവി സഹോദരന്മാരായിട്ട് പല പുരാണങ്ങളിലും പറയുന്നുണ്ട്. ഈ നാമത്തിന് തന്ത്രപരമായിട്ടും മന്ത്രപരമായിട്ടും വിശേഷ അർത്ഥങ്ങളുണ്ട്. ഈ പത്മനാഭ സഹോദരി എന്ന് പറയുമ്പോൾ വിഷ്ണുവിന്റെ ഇളയ സഹോദരിയാണ് ദേവി എന്ന് നമ്മൾ അർത്ഥം എടുക്കാം. ബ്രഹ്മാവ്, ലക്ഷ്മി, വിഷ്ണു, ഉമ, ശിവ, സരസ്വതിമാര് ഇവരെല്ലാം ഇരട്ടകളാണ്, ട്വിൻസ് ആണ്, അല്ലെ? അവര് സൃഷ്ടി, സ്ഥിതി, സംഹാരങ്ങളെ കുറിക്കുകയാണ്. അപ്പൊ സരസ്വതി ബ്രഹ്മാവിനെയും ലക്ഷ്മി ദേവി വിഷ്ണുവിനെയും ഉമ ശിവനെയും വിവാഹം കഴിക്കുകയാണ്. പുരാണത്തിലുള്ള ദേവതമാരെല്ലാം തന്നെ പരസ്പരം ആശ്രയിച്ച് നിൽക്കുന്നവരാണ്. ഇപ്പൊ ബ്രഹ്മൻ 2ആയിട്ട് പിരിഞ്ഞു. ഒന്ന് ധർമ്മത്തിന്റെ രൂപമായിട്ടും മറ്റത് ധർമ്മത്തിനെ ഉൾക്കൊള്ളുന്നതായിട്ടും, ഇല്ലേ? ആ ഒരു ഫോം ഓഫ് ധർമ്മ, ശരിക്കും മറ്റത് പൊസസർ ഓഫ് ധർമ്മ. ഇനി ധർമ്മം എന്ന ബ്രഹ്മൻ 2ആയിട്ട് പിരിഞ്ഞു. ഒരു സ്ത്രീയും ഒരു പുരുഷനുമായി. വിഷ്ണു പുരുഷ രൂപത്തിലുള്ള അതും ധർമ്മമായിട്ടും ആ ഒരു പരിപാലകനായി. ശക്തി എന്ന സ്ത്രീ സ്വരൂപം ശിവന്റെ പത്നിയായിട്ട് തീർന്നു. ആ ദേവിയാണ് ഉമ എന്ന് പറയുന്ന ദേവി. ഈ നാമത്തില് ശിവൻ, ഉമ, വിഷ്ണു 3ഉം ചേർന്നതിനെയാണ് നമ്മൾ ബ്രഹ്മൻ എന്ന് പറയുന്നത്, അല്ലെ? ഈ പറഞ്ഞ 3 നാമങ്ങള്, അതായത് 278, 79, 80 സൂക്ഷ്മമായിട്ട് പറഞ്ഞാല് പഞ്ചദശി മന്ത്രത്തിന്റെ ആദ്യ കൂടമായിരിക്കുന്ന വാഗ്ഭവ കൂടമാണെന്ന് പറയാം. അതുകൊണ്ട് തന്നെ മറ്റു നാമങ്ങളെ പോലെ വേറെ അർത്ഥങ്ങളൊന്നും ഇവിടെ പറയാനില്ലാത്തത്. കാരണം ഈ നാമങ്ങള് രഹസ്യ മന്ത്ര ഭാഗമാണ്. കാരണം അത് മന്ത്രസ്വരൂപമാണെന്ന് പറയുന്നു. അപ്പൊ അടുത്ത നാമം ഉന്മേഷ നിമിഷോത്പന്ന വിപന്ന ഭുവനാവലി. അപ്പൊ ദേവി അടുത്ത നാമങ്ങള് ചേർന്ന് വരുന്ന നാമങ്ങളാണ് സഹസ്രശീർഷവദന, സഹസ്രാക്ഷി, സഹസ്രപാദ്. അപ്പൊ ഉന്മേഷ നിമിഷോത്പന്ന വിപന്ന ഭുവനാവലി, അല്ലെ? അപ്പൊ ഉന്മേഷ, നിമിഷ, ഉത്പന്ന, വിപന്ന, ഭുവന, ആവലി. അപ്പൊ കണ്ണ് തുറന്നാൽ സൃഷ്ടിയും കണ്ണടച്ചാൽ പ്രളയവും എന്ന രീതിയിൽ ലോകങ്ങളുടെ കൂട്ടത്തെ സൃഷ്ടിക്കുകയും സംഹരിക്കുകയും ചെയ്യുന്നവൾ. ഉന്മേഷം എന്ന് പറഞ്ഞാല് കണ്ണ് തുറക്കലാണ്. ഉന്മീലനം, നിമേഷം, നിമീലനം എന്നൊക്കെ പറയും, കണ്ണടയ്ക്കല്. ഉൽപ്പന്നം എന്ന് പറഞ്ഞാൽ സൃഷ്ടി, വിപന്നം എന്ന് പറഞ്ഞാൽ പ്രളയം. ഇപ്പൊ ഭുവനം എന്ന് പറഞ്ഞാൽ ലോകം, ആവലി കൂട്ടം, അല്ലെ? അപ്പോ ഉന്മേഷം ആ കണ്ണിന്റെ വികാസം, കൺ തുറക്കല്, ആ നിമിഷം, അല്ലെ?
നിമിഷം എന്ന് പറഞ്ഞാൽ സങ്കോചം, കണ്ണടയ്ക്കൽ. അപ്പൊ ഇവയിൽ നിന്ന് ഉത്പന്നങ്ങളാകുന്ന, ഉണ്ടാകുകയും നശിക്കുകയും ചെയ്യുന്ന ഭുവനങ്ങളുടെ ആവലി, കൂട്ടം. അങ്ങനെ അതോടുകൂടിയവൾ. ഇപ്പൊ ദേവി കണ്ണടയ്ക്കുകയും തുറക്കുകയും ചെയ്യുമ്പോൾ ബ്രഹ്മാണ്ടങ്ങൾ സൃഷ്ടിക്കപ്പെടുകയും നശിക്കുകയും ചെയ്യുന്നു എന്നർത്ഥം. അപ്പോ സൗന്ദര്യ ലഹരിയിൽ പറയണു, പർവ്വതരാജപുത്രിയായിരിക്കുന്ന അല്ലയോ ദേവി, നിൻ തിരുവടിയുടെ കണ്ണുകൾ അടയുമ്പോഴും തുറക്കുകയും ചെയ്യുമ്പോൾ ലോകത്തിന് നാശവും ഉൽപ്പത്തിയും ഉണ്ടാകുന്നതായിട്ട് സത്തുക്കൾ പറയണു. ഈ കാരണത്താൽ അവിടുത്തെ നേത്ര ഉന്മീലനത്താൽ ഉണ്ടായ ഈ പ്രപഞ്ചം പ്രളയത്തിൽ നശിച്ചു പോകാതെ രക്ഷിക്കുന്നതിന് വേണ്ടി അവിടുത്തെ കണ്ണുകൾ അടയ്ക്കുക എന്നത് ഉപേക്ഷിച്ചിരിക്കുന്നു എന്ന് ഞാൻ സംശയിക്കുകയാണ്. ശങ്കര ഭഗവത്പാദ് പറയാണ്. കാരണം സൗന്ദര്യ ലഹരി പദ്യത്തിലെ ദേവിയുടെ കണ്ണുകൾ അടച്ചു തുറക്കുന്നതിന് പ്രപഞ്ചങ്ങളുടെ നാശം, ഉൽപ്പത്തി എന്നിവയ്ക്ക് തമ്മിലുള്ള ബന്ധം വളരെ നന്നായിട്ട് വിവരിച്ചിട്ടുണ്ട്. അപ്പോ ആ ഒരു ഉന്മേഷ എന്ന് പറഞ്ഞാല് കൺപോള അല്ലെ, ഐലിഡ് തുറക്കുക. നിമിസ് എന്ന് പറഞ്ഞാല് കണ്ണടയ്ക്കുക. ഇപ്പൊ സൃഷ്ടിയും സംഹാരവും ഈ പ്രപഞ്ചത്തിൽ നടക്കുന്നത് ദേവിയുടെ കണ്ണിന്റെ ചലനത്തിലാണ് എന്നർത്ഥം. ദേവി തന്റെ കണ്ണുകള് തുറക്കുമ്പോൾ സൃഷ്ടിയും, കണ്ണുകൾ അടയ്ക്കുമ്പോൾ പ്രപഞ്ചങ്ങൾ ലയിക്കണു. വിപന്ന എന്ന് പറഞ്ഞാല് ഡിസോൾവ്ഡ് ഇല്ലേ, ലയിച്ചു. വളരെ സന്തോഷത്തോടെ ആ ഒരു എന്താ പറയാ, ദേവി സന്തോഷത്തോടെ ആ ഒരു വികാരരഹിതമായിട്ട് ദേവി ഈ കൃത്യങ്ങൾ നിർവഹിച്ചുകൊണ്ടേയിരിക്കണു. ശരിക്കും ബ്രഹ്മശക്തിയെ ആണ് ഇവിടെ കുറിക്കുന്നത്. കാരണം ഈ പ്രപഞ്ചോൽപത്തിക്കും ആ ഒരു മഹാപ്രളയവും ഒക്കെ ഒരു ലീല മാത്രേണ ചെയ്യുന്ന ബ്രഹ്മത്തിന്റെ ശക്തിയെ അളക്കാനോ അറിയാനോ സാധ്യമല്ല. അതിന്റെ കാര്യരൂപത്തിലിരിക്കുന്ന മനുഷ്യന്റെ ചിന്തകൾക്ക് അതീതമാണിത്. അപ്പോ ആ ദേവി മഹർഷികൾ പറയണു, പ്രപഞ്ചങ്ങൾ ഉണ്ടാകുന്നതും തിരിച്ചു ലയിക്കുന്നതും അവിടുത്തെ കണ്ണുകൾ ചിമ്മുമ്പോഴാണെന്ന് എനിക്ക് തോന്നുന്നു. അമ്മ ഇമ വെട്ടാതെയാണ് ഇരിക്കണമെന്നല്ലേ. സൃഷ്ടിക്കപ്പെടുന്ന പ്രപഞ്ചത്തെ തന്നിലേക്ക് ലയിപ്പിക്കാതെ സംരക്ഷിച്ചു കൊണ്ടിരിക്കണു അമ്മ. അത്രയും അമ്മയുടെ കരുണയാണില്ലേ. അപ്പൊ അമ്മയ്ക്ക് അമ്മയുടെ സൃഷ്ടിജാലങ്ങളോട് ആ ഒരു ഭയങ്കര സ്നേഹം, ആ കരുണയാണ് കാണിക്കുന്നത്. നമ്മൾ ഇങ്ങനെ വേണം അമ്മയെ കാണാനും. ഈ നാമം ശരിക്കും പറഞ്ഞാൽ ഈ കോസ്മിക് ക്രിയേഷന്റെ സട്ടിൽ നേച്ചറിനെയാണ് കാണിക്കുന്നത്. എല്ലാം സ്ഥൂല ദേഹങ്ങൾക്കും ഒരു സൂക്ഷ്മതലമുണ്ട് അല്ലേ. കാശ്മീര തന്ത്രം പറയുന്ന ഉന്മേഷ എന്നത് ഇച്ഛാശക്തിയുടെ പ്രകടനമാണ്. കാരണം ആ ഒരു എക്സ്റ്റേണൽ ആയിട്ട് ഇച്ഛാശക്തി പ്രവഹിക്കുന്നതിനാണ് പറയുന്നത്. ഈ പ്രപഞ്ചം പുറത്തേക്ക് വന്നത് പ്രകടമാകുന്നു. ഇപ്പൊ ഉന്മേഷ എന്നത് ആത്മശക്തിയുടെ തുടക്കമായിട്ടും പറയുന്നുണ്ട്. ശരിക്കും ഈ അൺഫോൾമെന്റ് ഓഫ് സ്പിരിച്വൽ കോൺഷ്യസ്നസ് വിച്ച് ഈസ് അറ്റൈൻഡ് ബൈ ഫോക്കസിങ് ഓൺ ദ ഇന്നർ കോൺഷ്യസ്നസ്. അകത്ത് കേന്ദ്രീകരിച്ചുകൊണ്ട് പുറത്തേക്കുള്ള ആ ഒരു പ്രകടനം അല്ലേ. അപ്പൊ ദേവി എന്തായിട്ടാണ് അപ്പൊ തീരുന്നത് ഈ പ്രപഞ്ചങ്ങളെ ഉണ്ടാക്കുമ്പോൾ? സഹസ്ര ശീർഷവദന അല്ലെ. പുരുഷ സൂക്തം പറയുന്നു സഹസ്ര ശീർഷവദന സഹസ്രാക്ഷി സഹസ്രപാദ്. അപ്പോ സഹസ്ര ശീർഷവദന, പ്രപഞ്ചത്തിലെ എല്ലാ ശിരസുകളും മുഖങ്ങളും ആരില് നിലകൊള്ളുന്നോ അവൾ. സഹസ്രം എന്ന് പറഞ്ഞാൽ സർവം എന്ന് തന്നെയാണ് അർത്ഥം. ശീർഷം എന്ന് പറഞ്ഞാൽ തല, പതനം എന്ന് പറഞ്ഞാൽ മുഖം. അപ്പോ ഈ ദേവിയുടെ കണ്ണടയ്ക്കലിലും തുറക്കലിലുമാണ് ഈ പ്രപഞ്ചം വരുന്നത് നമ്മൾ കണ്ടു അല്ലേ. അപ്പൊ സഹസ്ര കണക്കായിരിക്കുന്ന ശീർഷങ്ങളും വദനങ്ങളും ഉള്ളവൾ. എന്റെ അർത്ഥം എന്താണ്? പ്രപഞ്ചമാകെ ദേവീ സ്വരൂപങ്ങളാല് പ്രപഞ്ചസ്ഥങ്ങളായ സർവ്വ ജീവജാലങ്ങളുടെയും ശീർഷങ്ങളും വദനങ്ങളും ദേവിയുടെ ശീർഷങ്ങളും വദനങ്ങളുമായിട്ട് നമ്മൾ കണക്കാക്കണം. ഈ നാമത്തിലെ സഹസ്ര എന്ന വിശേഷണത്തിന് അനന്തമായ, എണ്ണി പറയാനാകാത്തതെന്ന് അർത്ഥം കൽപ്പിക്കണം. ഭഗവത്ഗീതയില് വിഷ്ണു ഭഗവാന്റെ വിശ്വരൂപം കണ്ട് ചകിതനായിട്ടുള്ള അർജുനൻ ഭഗവാനെ സ്തുതിക്കുമ്പോ ഇല്ലേ, അപ്പൊ എന്താ, ആദിമത്യാന്തരഹിതമായിട്ട് നിൽക്കുന്ന ആ ഭഗവാനെ കാണുമ്പോൾ സർവത പാണിപാദം തത് സർവദോക്ഷി ശിരോമുഖം സർവത ശ്രുതിമൻ ലോകെ സർവമാവൃത തിഷ്ഠതി. ഇപ്പൊ ഇത് കാണുമ്പോ തന്നെ അർജുനന് ഭയം തോന്നുകയാണ് അല്ലേ. അപ്പൊ ഇവിടെയും എന്താണ്, സർവലോക വ്യാപ്തമായിരിക്കുന്ന ദേവിയുടെ സ്വരൂപത്തെയാണ് കാണിക്കുന്നത് അല്ലേ. അപ്പൊ ആ ഒരു സർവത പാണിചരണേ സർവദോക്ഷി ശിരോമുഖേ സർവത ശ്രവണഘ്രാണേ നാരായണീ നമോസ്തുതേ എന്ന് ദേവി മഹാത്മ്യത്തില് അധിക പാഠമായിട്ട് കാണുന്നുണ്ട്. അപ്പോ
ആ ഒരു സഹസ്രാക്ഷിയായിട്ട് ജഗത്തിലെ എല്ലാ കണ്ണുകളും ആരിൽ നിലകൊള്ളുന്നുവോ, അല്ലേ, അത് ആ ദേവിയായിട്ടിരിക്കുന്നവൾ, സഹസ്രം എന്ന് പറഞ്ഞാല് സർവം എന്ന് തന്നെ നമ്മൾ എടുക്കണം. അപ്പൊ എവിടെയാണോ 1000, അല്ല 1000 എന്നല്ല, ഇൻഫിനിറ്റ് ആയിരിക്കുന്ന, ഇല്ലേ, അളക്കാൻ പറ്റാത്ത ആ നാമാർത്ഥം 1000 എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. 1000 എണ്ണം വരും. ഇത് ഇൻഫിനിറ്റ് എന്ന് പറഞ്ഞാൽ അളക്കാൻ പറ്റാത്ത, ദേവിക്ക് എണ്ണിയാൽ തീരാത്ത അത്രേ തലകളും മുഖങ്ങളും ഉണ്ടെന്നർത്ഥം. അവിടുത്തെ 2 നാമങ്ങളും ഇതേ അർത്ഥത്തിൽ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ആ പരാശക്തിയുടെ വൈഭവത്തെ കുറിക്കുന്ന വാക്കുകളാണ്. പറയുവാനാകുന്നില്ല അമ്മയുടെ വൈഭവങ്ങൾ. ദേവികള് എല്ലാം ഉൾക്കൊണ്ട ഒരു അൾട്ടിമേറ്റ് സൂപ്പർമസിയാണ് ദേവി എന്ന് കാണിക്കാനാണ് ഈ നാമം ഉപയോഗിച്ചിരിക്കുന്നത്, അല്ലേ. കാരണം ഒന്നും പറയാനില്ല ഇതിൽ കൂടുതൽ. എല്ലാമായിട്ടിരിക്കുന്നവള്, എല്ലാ കണ്ണുകള്, എല്ലാ മുഖങ്ങള്, അല്ലേ, എല്ലാം അമ്മ തന്നെയാണ്. അതിനെ നമുക്ക് അതിന്റെ ആ ഒരു എന്താ പറയാ ലിറ്ററൽ സെൻസിൽ എടുക്കുകയാണെങ്കിൽ തന്നെ വിശ്വസിക്കണം. കാരണം ബ്രഹ്മന് അനേക ജോലികള് പല സ്ഥലത്ത് പലതായിട്ട് ചെല്ലേണ്ടി വരണു ഒരേ സമയത്ത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ ഒരു ബ്രഹ്മത്തിന് അനേക തലകൾ കൂടിയേ തീരുള്ളൂ, ഇല്ലേ. അപ്പൊ സഹസ്ര ശീർഷ പുരുഷനെ തന്നെയാണ് ഇവിടെ പറയുന്നത്. വേദങ്ങള് സഹസ്രാക്ഷ സഹസ്രപാദ് എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നു. ഭഗവത്ഗീതയിലെ ഭഗവാൻ ഈ പ്രപഞ്ചത്തിൽ എല്ലാറ്റിലും വസിക്കുന്ന, എല്ലായിടത്തും ഉള്ള ആ ഈശ്വരന്റെ കൈകളും കാലുകളുമാണ് എന്ന് പറയുന്നു. എല്ലായിടത്തും കണ്ണുകളും ചെവികളും വായും തലകളുമാണ്. അർജുനൻ എന്താ പറയാ, അർജുനനെ ഈശ്വര സർവഭൂതാനി ഹൃദ്ദേശേ അർജുന തിഷ്ഠതി, ഞാൻ നിന്റെ ഹൃദയത്തിലാണ് വസിക്കുന്നത്. അഹം ആത്മാ ഗുഡാകേശ, ഞാൻ നിന്റെ ആത്മാവാണെന്ന് വ്യക്തമായിട്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പൊ ബ്രഹ്മത്തിന് നാമം, രൂപം, ഈ പറഞ്ഞ ഇന്ദ്രിയങ്ങൾ ഒന്നുമില്ല. ബ്രഹ്മത്തിനെ 2 വിധത്തിൽ പറയാം. ഒന്ന് നേതി എന്ന രീതിയിൽ, മറ്റത് ഇതാണ് എന്ന് പറഞ്ഞുകൊണ്ട്, മറ്റേത് അതാണ് എന്ന് വീണ്ടും വീണ്ടും ഉറപ്പിച്ചുകൊണ്ട്. ഈ വിവരണങ്ങളെല്ലാം തന്നെ ആ ഒരു കോസ്മിക് ഇന്റലിജൻസ് ആണ്. അത് മനുഷ്യന്റെ ബോധതലത്തിന് അപ്പുറത്താണ്. ഇപ്പൊ മഹാനാരായണ ഉപനിഷത്ത് പറയുന്ന ബ്രഹ്മം എന്നത് ഇവിടെ ഉണ്ടായിരിക്കുന്നതെല്ലാം, എല്ലാ ജീവജാലങ്ങളുടെയും കണ്ണുകള്, മുഖങ്ങള്, കൈകള്, കാലുകള്, അങ്ങനെ പ്രപഞ്ചത്തിലെ എല്ലാ മൂലകങ്ങളിലും നിറഞ്ഞു നിൽക്കുന്നു എന്ന് പറയുന്നു. ബ്രഹ്മം ഇല്ലാത്ത 1 ഇഞ്ച് സ്ഥലം പോലും ഇല്ല. അപ്പൊ അങ്ങനെ ഉപനിഷത്ത് ഉറപ്പിച്ച് പറയുന്ന ബ്രഹ്മം എല്ലാ ജീവജാലങ്ങളിലും ഈ പ്രപഞ്ചത്തിലും നിറഞ്ഞു നിൽക്കുകയാണ്. പുരുഷ സൂക്തവും ഇത് തന്നെയാണ് പറയുന്നത്. സഹസ്ര ശീർഷ പുരുഷ സഹസ്രാക്ഷ സഹസ്രപാദ് എന്ന്. അപ്പൊ ഓരോ പഞ്ചഭൂതത്തിലെ ആറ്റംസ്, അല്ലെ, എല്ലാ എലിമെന്റ്സും ഈ യൂണിവേഴ്സൽ ക്രിയേഷൻ എന്ന് പറയുന്നത് എല്ലാം ഇൻഡിവിജ്വൽ ക്രിയേഷൻസ് ചേർന്നതാണ്. അപ്പൊ ഈ ഇൻഡിവിജ്വൽ എന്ന് പറയുന്നത് കോസ്മിക് ക്രിയേഷന്റെ ഒരു ഭാഗമാണ്. അത് തന്നെയാണ് പ്രപഞ്ചബോധത്തെ തന്നെയാണ് ഓരോരുത്തരുടെ ഉള്ളിലും ആത്മബോധമായിട്ട് കാണേണ്ടത്. അതാണ് സത്യം. ഈ ദേവി ആരാണ്? സഹസ്രാക്ഷി സഹസ്രപാദ്. ദേവിക്ക് 1000 കണ്ണുകള്. സഹസ്രാക്ഷി വിഷ്ണു സഹസ്രനാമത്തിൽ 226 നാമം ഇതേ അർത്ഥത്തിലാണ് പറഞ്ഞിരിക്കുന്നത്. സഹസ്രപാദ്, ദേവിക്ക് 1000 പാദങ്ങള്. വിഷ്ണു സഹസ്രനാമത്തിലും ഈ 227 നാമം ഇത് തന്നെയാണ്. പുരുഷ സൂക്തം തുടങ്ങുന്നത് സഹസ്ര ശീർഷ പുരുഷ സഹസ്രാക്ഷ സഹസ്രപാദ് എന്നാണ്, അല്ലേ. അപ്പൊ പഞ്ചദശി മന്ത്രത്തിന്റെ ആദ്യത്തെ കൂടമാണ് 278 മുതൽ 280 വരെ പറയുന്നത്. രണ്ടാമത്തെ കാമരാജകൂടം എന്നും ശക്തികൂടവും 280 മുതൽ 81 മുതൽ 284 നാമം വരെയാണ് പറയുന്നത്. അപ്പോ ആ ഒരു എന്താ പറയാ സഹസ്രാക്ഷി, ജഗത്തിലെ എല്ലാ കണ്ണുകളും ആരിൽ നിലനിൽക്കുന്നു അവൾ. സഹസ്രപാദ, പ്രപഞ്ചത്തിലെ എല്ലാ പാദങ്ങളും ആരിൽ നിലനിൽക്കുന്നു അവൾ. അപ്പോ ആ ദേവി ആരാണെന്ന് ഇപ്പൊ നമ്മൾ വ്യക്തമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, അല്ലേ. അപ്പോ ഇതെല്ലാം ദേവി ഭാഗവതത്തിലെ 3 നാമങ്ങളും ചേർന്ന് വാഗ്ഭവകൂടം, മധ്യകൂടം, ശക്തികൂടം എന്ന് പറയാറുണ്ട് പഞ്ചദശി മന്ത്രത്തിന്റെ. ഇനി ഈ ദേവി ആരാണെന്ന് ഒന്നുകൂടെ ഉറപ്പിക്കുകയാണ്. ആബ്രഹ്മ കീട ജനനി. ബ്രഹ്മാവ് മുതല് കീടങ്ങൾ വരെയുള്ള എല്ലാത്തിന്റെയും ജനനിയായിട്ടുള്ളവൾ, അമ്മയായിട്ടുള്ളവൾ, സർവ പ്രപഞ്ചത്തിനും സൃഷ്ടികർത്താവായ ബ്രഹ്മാവ് മുതല് ബ്രഹ്മ സൃഷ്ടിയിൽപ്പെടുന്ന കീടങ്ങൾ വരെ എന്ന് പറഞ്ഞതിൽ നിന്ന് പ്രപഞ്ചഭൂതമായ എല്ലാറ്റിനും അമ്മ ദേവി തന്നെയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഇപ്പൊ ബ്രഹ്മ ശബ്ദത്തെ സ്ഥൂലമായിട്ടും ഹിരണ്യഗർഭൻ എന്ന പേരുള്ളതുമായിട്ട് ജീവനായിട്ടും സൗഭാഗ്യ ഭാസ്കരത്തിൽ പറയുന്നുണ്ട്. അപ്പോ
ആബ്രഹ്മ കീടജനനി, അതായത് ബ്രഹ്മാവ് മുതൽ കീടം വരെയുള്ള എല്ലാ ജീവജാലങ്ങൾക്കും അമ്മയായിട്ടിരിക്കുന്നവൾ. ദേവിയുടെ കണ്ണുകൾ ഇല്ലേ, സഹസ്രാക്ഷി. അപ്പോ ആ ഒരു പുരുഷ സൂക്തം തുടങ്ങുന്ന പോലെ തന്നെയാണ് ഇവിടെ ദേവിയെ പറയുന്നത്. അപ്പൊ ആ ഒരു സുപ്രീം ക്രിയേറ്റർ, ആ ബ്രഹ്മ കീടജനനി, ബ്രഹ്മാവ് മുതൽ ഏറ്റവും ചെറിയ അമീബ വരെ സൃഷ്ടിക്കുന്നത് ദേവിയാണ്. ഇവിടെ ബ്രഹ്മാവെന്ന് പറയുന്നത് മനുഷ്യകുലം എന്നെടുക്കണം. മനുഷ്യനാണ് പ്രപഞ്ച സൃഷ്ടിയിലെ ഏറ്റവും ഉയർന്ന സൃഷ്ടി. ഈശ്വരന്റെ ഈ നാമങ്ങൾ എത്ര ഭംഗിയായിട്ടാണ് വാഗ്ദേവികൾ ഘടിപ്പിച്ചിരിക്കുന്നതെന്ന് നമ്മൾ അറിയണം. 281 മുതൽ 84 വരെ ബ്രഹ്മത്തെ കുറിച്ച് പറഞ്ഞ് ഈ ഒരൊറ്റ നാമത്തിൽ അതിനെ ഉറപ്പിച്ചിരിക്കുകയാണ്. അപ്പൊ സൃഷ്ടിയിലെ ബ്രഹ്മതത്വം എന്താണ് എന്ന് വെളിപ്പെടുത്തിയിരിക്കുകയാണ് വാഗ്ദേവതകള്. ഇപ്പൊ ബ്രഹ്മത്തിന്റെ അനേകം തലകള്, കാലുകള്, കണ്ണുകള്, കൈകളൊക്കെ പറഞ്ഞിരിക്കുന്നത് ദേവി എത്ര ഭംഗിയായിട്ട് ആയാസരഹിതമായിട്ടാണ് ഈ കർമ്മങ്ങളൊക്കെ നിർവഹിക്കുന്നതെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ആ ദേവിയ ആരാണെന്ന് വീണ്ടും പറയുകയാണ്, വർണ്ണാശ്രമ വിധായിനി. അപ്പൊ വർണ്ണ ആശ്രമ വിധായിനി, വർണ്ണാശ്രമ ധർമ്മത്തെ വിധിച്ചത്, അത് പാലിക്കാൻ നിർദ്ദേശിച്ചവളാണ് ദേവി. വർണ്ണങ്ങൾ നമുക്കറിയാം 4 അല്ലേ. ബ്രാഹ്മണൻ അറിവ് നേടുകയും നൽകുകയും ചെയ്യുന്ന ചര്യയിൽ മുഴുകിയവൻ. ബ്രഹ്മം എന്ന് പറഞ്ഞ വേദം അല്ലെങ്കിൽ അറിവ്. ക്ഷത്രിയൻ രണ്ടാമത്തത് രാജ്യരക്ഷ ഇല്ലേ, രാജ്യരക്ഷയും ഭരണം നിർവഹിക്കുന്നവനാണ്. ക്ഷാത്രം എന്ന് പറഞ്ഞാല് പാലന ശക്തി. അടുത്ത മൂന്നാമത്തത് വൈശ്യൻ, കൃഷി, കച്ചവടം ആദിയായവ ചെയ്യുന്നവൻ. വൈശ്യം എന്ന് പറഞ്ഞാൽ അന്നം, ധനം ഇവയോടുള്ള ആഭിമുഖ്യം. അടുത്തത് ശൂദ്രൻ, മേൽപ്പറഞ്ഞ 3 കൂട്ടർക്കും പിന്തുണ ചെയ്യുന്നവൻ. ജന്തു തദ്ഭാവ ശൂദ്രത്വം, ഇപ്പൊ ജനിക്കുമ്പോഴുള്ള അതേ ജന്തുഭാവത്തിൽ തുടരുന്നവനെ ശൂദ്രൻ എന്ന് പറയാറുണ്ട്. അറിവും പരിശീലനവും ജന്മവാസനയും കൊണ്ട് ശൂദ്രത്വത്തിൽ നിന്ന് ഏത് ജന്തുവിനും ഉയരാം. അപ്പൊ ആശ്രമങ്ങൾ 4 അല്ലേ. ബ്രഹ്മചര്യം, വിദ്യാർത്ഥിചര്യ, ഗാർഹസ്ഥ്യം, വാനപ്രസ്ഥം. ഗാർഹസ്ഥ്യം 3/4 പങ്കും വിട്ട് ആ ഒരു പാഠന സമൂഹ ധർമ്മങ്ങളിൽ മുഴുകേണ്ട ഘട്ടം. 4 സന്യാസം. ഈശ്വരോന്മുഖമായിട്ടുള്ള കർമ്മങ്ങളിൽ മാത്രം കേന്ദ്രീകരിക്കുന്ന ഘട്ടം. സന്യാസം ആവശ്യം വേണ്ടതല്ല, എന്നാൽ ബാക്കിയെല്ലാം ആചരിക്കേണ്ടതാണെന്ന് പറയുന്നു. അപ്പോ ദേവി വർണ്ണാശ്രമ വിധായിനിയാണ്. ആശ്രമ ധർമ്മങ്ങളെ വിധിച്ചവളാണ്. ഇപ്പൊ നമ്മളെ നേരത്തെയുള്ള നാമത്തില് എല്ലാ ജീവജാലങ്ങൾക്കും അമ്മയാണെന്ന് കണ്ടു ഇല്ലേ, ദേവിയാണെന്ന് കണ്ടു. അപ്പൊ താൻ തന്നെ സൃഷ്ടിച്ച ലോകത്തിലെ ജീവികളെ എങ്ങനെ പെരുമാറണം എന്ന നീതി ദേവി തന്നെ സൃഷ്ടിച്ചു. ഇപ്പൊ തിര്യക്കുകൾക്ക് സഹജാവബോധമാണ്, ആ നീതി കൽപ്പിച്ചു കൊടുത്തു. മനുഷ്യർക്ക് സന്മാർഗം നിർദ്ദേശിക്കുന്നതിൽ താൻ തന്നെ ആ ഒരു വേദരൂപമായിട്ട് തീർന്നു. ആ വേദം കർമ്മകാണ്ഡമെന്നും ജ്ഞാനകാണ്ഡമെന്നും 2ആയി പിരിഞ്ഞു. കർമ്മകാണ്ഡത്തിന് അനുസൃതമായിട്ട് വർണ്ണാശ്രമ ധർമ്മങ്ങൾ ഉണ്ടായി. അപ്പോ ആ ഒരു ആശ്രമങ്ങള് ബ്രഹ്മചാരി, ഗൃഹസ്ഥൻ തുടങ്ങിയ ആ ഒരു ഗൃഹസ്ഥൻ, വാനപ്രസ്ഥൻ, ഭിക്ഷു ഇല്ലേ, ആ ഗുണകർമ്മ വാസനാരൂപമായിട്ടുള്ള വിഭജനം ദേവി തന്നെ ഉണ്ടാക്കി. ദേവി തന്നെയാണ് ഉണ്ടാക്കിയതെന്നാണ് ഇതിൽ സൂചിപ്പിച്ചിരിക്കുന്നത് ഈ നാമത്തില്. അപ്പോ വർണ്ണാശ്രമ വിധായിനിയായിരിക്കുന്ന ദേവി അല്ലേ. അപ്പോ വേദങ്ങള് മനുഷ്യകുലത്തിന്റെ അവരുടെ ബുദ്ധിയെയും കഴിവുകളെയും അടിസ്ഥാനമാക്കിയാണ് വിഭജനം ചെയ്തിരിക്കുന്നത്. ഉദാഹരണമായിട്ട് രാജ്യത്തിന്റെ അതിർത്തി സംരക്ഷിക്കുന്നവരാണ് പട്ടാളക്കാരില്ലേ. കർഷകന്മാര് കൃഷിയാണ്, ധാന്യങ്ങള്, പച്ചക്കറികള്, പഴങ്ങള് തുടങ്ങിയവ ഉണ്ടാക്കി അന്നം കൊണ്ട് ജനങ്ങളെ സേവിക്കാനുള്ള കാരണമായിട്ട് തീരുന്നു. വ്യവസായികള് സാധനങ്ങൾ വിൽക്കുകയും വാങ്ങുകയും ചെയ്ത് നമ്മളെ സഹായിക്കുന്നു. പൂജാരികള് പൂജാതി ഹോമകർമ്മങ്ങൾ ചെയ്ത് ദേവതകളെ പ്രീതിപ്പെടുത്തുന്നു. വേദങ്ങൾ പറയുന്ന ഈ വിഭജനം അവരുടെ ജന്മത്തെ അടിസ്ഥാനപ്പെടുത്തിയല്ല, അവർ ചെയ്യുന്ന കർമ്മത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ്. അപ്പൊ അങ്ങനെയാണ് ക്ഷത്രിയ, ബ്രാഹ്മണ, വൈശ്യ, ശൂദ്രന്മാരെന്ന് പറയുന്ന വർണ്ണാശ്രമങ്ങൾ ഉണ്ടായത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു വൈശ്യന് ക്ഷത്രിയന്റെ ജോലി ചെയ്യാൻ സാധ്യമല്ല. അതുകൊണ്ട് തന്നെ അവരുടെ ആ ഒരു എന്താ പറയാ, ആ ഒരു ഇൻക്ലിനേഷനും കപ്പാസിറ്റിയും ഇൻവോൾവ്മെന്റും ഒക്കെ ആ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നതിനെ എക്സ്പീരിയൻസിനെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. ശരിക്കും പറഞ്ഞാല് അവരുടെ ആ ഒരു എന്താ പറയാ കഴിവുകൾ അവരെന്തിലാണ് മുഴുകിയിരിക്കുന്നതിനെ ആശ്രയിച്ചാണ് നമ്മൾ ഇത് നോക്കുന്നത്. അപ്പൊ ഈ ക്ലാസിഫിക്കേഷൻ എല്ലാം തന്നെ മനുഷ്യവംശത്തിന് മാത്രമാണ്. വേദങ്ങളെല്ലാം തന്നെ ഉണ്ടായത് ഈ പരാശക്തിയിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെയാണ് ദേവിയും വേദങ്ങളും വേറെയല്ല. ദേവി തന്നെയാണ് വർണ്ണാശ്രമങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ പ്രപഞ്ചം ഉണ്ടായപ്പോൾ തന്നെ ദേവി വേദങ്ങളും ഉണ്ടാക്കി എന്ന് പറയണു.
ഈ പ്രപഞ്ചത്തെ നന്നായി ഭരണം നടത്തുന്നതിന് വേണ്ടിയാണ് ഇതെല്ലാം അമ്മ ചെയ്തിരിക്കുന്നത്. വേദങ്ങൾ എന്നാൽ മനുഷ്യകുലം അനുസരിക്കേണ്ട റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആണ്. വേദത്തിന്റെ വഴിയാണ് ധർമ്മത്തിന്റെ വഴി, സത്യത്തിന്റെ വഴി. വേദോഖിലം ധർമ്മമൂലം എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. ഈ വേദത്തിൽ പറഞ്ഞിരിക്കുന്ന നിയമങ്ങള് തെറ്റിക്കുന്ന ആളിനെ അവന്റെ ഫലങ്ങളെ ബാധിക്കും. അത് പ്രാരാബ്ധമായിട്ട് നിരവധി ജന്മങ്ങൾ എടുക്കേണ്ടതായിട്ട് വരുന്നു. ഇതിനെയാണ് ആത്മാവിന്റെ ട്രാൻസ്മൈഗ്രേഷൻ എന്ന് പറയുന്നത്. ഭഗവത്ഗീതയിലെ ഭഗവാൻ ശ്രീകൃഷ്ണൻ പറയുന്നു, ഈ പ്രപഞ്ചത്തിലെ കർമ്മങ്ങൾ വിഭജിച്ചിരിക്കുന്നത് ഗുണങ്ങളുടെ അടിസ്ഥാനത്തിലാണെന്ന്. ഈ ഗുണങ്ങൾ അവനവന്റെ തന്നെ ആ ഒരു ട്രൂ നേച്ചർ അഥവാ സ്വഭാവത്തിൽ നിന്നാണ് ഉണ്ടാകുന്നത്. ആരാണോ അവനവന്റെ സ്വകർമ്മത്തെ സ്വധർമ്മമായിട്ട് ചെയ്യുന്നത് അവനാണ് ശരിക്കും ജീവിതത്തിൽ വിജയിക്കുന്നത്. ഇവിടെ നടക്കുന്നതെല്ലാം തന്നെ വിധി വിഹിതമായിട്ട് നടന്നില്ലെങ്കിൽ ആ ഒരു ബാലൻസ്ഡ് ആയിട്ട്, അല്ലെങ്കിൽ ഈ പ്രപഞ്ചത്തിന് സർവനാശം ഉണ്ടാകുന്ന ആ ഒരു അത് തിരിച്ച് ലയിക്കപ്പെടുന്നു. അതിന് ഞാൻ തന്നെ കാരണമായിട്ട് തീരുകയും ചെയ്യുന്നു എന്ന് പറയുന്നു. അപ്പോ വർണ്ണാശ്രമമായിരിക്കുന്ന ദേവി തന്നെയാണ് എന്താണ്? നിജാജ്ഞാരൂപ നിഗമ. അപ്പോ എന്താ പറയാ, ആ ഒരു തന്റെ അജ്ഞാന രൂപങ്ങളായിരിക്കുന്ന നിഗമങ്ങളോട് കൂടിയവൾ മനുഷ്യർക്ക് ആ ഒരു എന്താ പറയാ ധർമാനുസൃതമായിരിക്കുന്ന ജീവിതം നയിക്കുന്നതിന് ആകുന്ന വിധത്തില് ജ്ഞാനകാന്ഡവും കർമ്മകാന്ഡവും ചേർന്ന വേദം ദേവിയുടെ ആജ്ഞയായതിനാൽ ഈ നാമം അങ്ങനെ പറയണു, നിജാജ്ഞാരൂപ നിഗമ. അപ്പോ നിജ ആജ്ഞ രൂപ നിഗമ, തന്റെ ആജ്ഞ രൂപമായി വേദം നൽകിയവൾ. നിഗമം എന്ന് പറഞ്ഞാൽ വേദം എന്ന അർത്ഥം. പരബ്രഹ്മമാണ് വേദം നൽകിയതെന്ന അർത്ഥം. വേദങ്ങൾ ദേവിയുടെ ആജ്ഞകളാണ്. അത് അങ്ങനെ വേണം നമ്മൾ അർത്ഥം എടുക്കാൻ, അല്ലെ? അപ്പൊ ദേവി തന്റെ ശാസനങ്ങള് വേദങ്ങളിലാണ് പറഞ്ഞിരിക്കുന്നത്. വേദങ്ങളിൽ എന്തൊക്കെ കർമ്മങ്ങൾ ചെയ്യണം, എന്തൊക്കെ ചെയ്യാൻ പാടില്ലാത്തവ എന്ന് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതിന് തൊട്ടു മുമ്പുള്ള നാമത്തിലെ ഗുണകർമ്മ വിഭാഗത്തെ കുറിച്ച് പറഞ്ഞു. അപ്പൊ ഈ പ്രപഞ്ചത്തിൽ ജന്മം കൊണ്ടല്ല എല്ലാവർക്കും കർമ്മങ്ങൾ ചെയ്യാൻ പ്രാപ്തരല്ല. കാരണം ആ കർമ്മങ്ങൾക്കൊന്നും പൂർണ്ണതയില്ല, ഒരു പെർഫെക്ഷൻ ഉണ്ടാവില്ല. ഉദാഹരണത്തിന് ഒരാൾക്ക് മെഡിക്കൽ, ഫൈനാൻഷ്യൽ, ലീഗൽ എല്ലാ മേഖലകളിലും എക്സ്പേർട്ട് ആയിരിക്കാൻ സാധ്യമല്ല. ഒരാൾക്ക് അതാത് മേഖലകളിലാണ് നിപുണത നേടണമെങ്കിൽ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം, അല്ലേ? ആ ഒരു പ്രൊഫിഷ്യൻസി എന്നത് എക്സ്പീരിയൻസിനെ ബേസ് ചെയ്താണ് ഇരിക്കുന്നത്. അപ്പൊ ഇതാണ് വർണ്ണാശ്രമ വിധായിനി എന്നുള്ള നാമത്തിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം വേദങ്ങളിൽ ഇങ്ങനെയുള്ള കർമ്മങ്ങളെ കുറിച്ച് ധാരാളം പറഞ്ഞിട്ടില്ല. പക്ഷെ കർമ്മകാണ്ഡത്തില് ചില ആ ഒരു ഗ്രോസ് ആക്ഷൻസിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. വേദത്തിൽ നിന്ന് വന്നിട്ടുള്ള ശാസ്ത്രങ്ങളും പുരാണങ്ങളും വളരെ വ്യക്തമായിട്ട് ക്രിയകള്, കർമ്മങ്ങള് തുടങ്ങിയവയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ക്രിയകൾ എന്നാൽ ആഗ്രഹ പൂർത്തീകരണത്തിന് ചെയ്യുന്നവ, കർമ്മം എന്നത് ആക്ഷൻസ് ആണ്. ശരിക്കും പറഞ്ഞാല് നമ്മുടെ നമ്മുടെ ഫ്യൂച്ചർ, നമ്മുടെ ഭാവി ഉണ്ടാക്കുന്നത് എന്താണ്? കർമ്മമാണ്, ഇല്ലേ? അപ്പൊ ആ റിയാക്ഷൻസ് എന്ന് പറഞ്ഞാൽ എന്താ? റിയാക്ഷൻസ് എന്ന് പറഞ്ഞാല് ഈ കർമ്മത്തിന്റെ എന്താ പറയാ ആ ഒരു നമ്മുടെ കാർമിക് അക്കൗണ്ടിൽ വന്നു ചേരുന്നത്, അതിന്റെ ഫലമാണ് നമ്മൾ പ്രാരാബ്ധമായിട്ട് അനുഭവിക്കേണ്ടത്. അതായത് നമ്മുടെ സഞ്ചിത കർമ്മങ്ങൾ കൂട്ടുന്നവയും അല്ലാത്തവയും അപ്പൊ ചെയ്യേണ്ടതും ചെയ്യാൻ പാടില്ലാത്തതുമായിട്ടുള്ള എല്ലാം രേഖപ്പെടുത്തിയിരിക്കുന്നുണ്ടെന്ന് പറയുന്നു. അപ്പൊ ശാസ്ത്രങ്ങൾ ശരിക്കും വേദങ്ങളിൽ നിന്ന് വന്നവയല്ല, പിന്നീട് ഉണ്ടാക്കപ്പെട്ടതാണ് എന്നൊരു ധാരണയും നിലവിലുണ്ട്. ഇതിന് കാരണം ഇവയെല്ലാം തന്നെ ആത്മസാക്ഷാത്കാരത്തിന് ഉതകുന്നില്ല എന്നതുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ വേദങ്ങളിലൂടെ ലഭിക്കുന്ന ദേവിയുടെ ശാസനങ്ങൾക്ക് മറ്റുള്ളവയിൽ നിന്ന് കിട്ടുന്നതിൽ നിന്നും വളരെ വ്യത്യാസമുണ്ട്. അപ്പൊ ശാസ്ത്രങ്ങൾ എന്നുള്ള ഒരു ഡയറക്റ്റ് സോഴ്സ് ആണ്. അപ്പൊ ശാസ്ത്രങ്ങളെ പിന്തുടരുമ്പോൾ ഒരു വ്യക്തിയുടെ കാഴ്ചപ്പാടുകൾക്ക്, അതായത് ആ ഒരു ട്രഡിഷൻ അല്ലെങ്കിൽ ലീനിയേജ് ഇവയെ ആശ്രയിച്ചിരിക്കും. ദേവി വേദങ്ങളിലൂടെ നമുക്ക് തരുന്ന നിർദ്ദേശങ്ങൾ ആദ്യം ലഭിച്ചത് വേദങ്ങൾ പഠിച്ച ഋഷിമുനിമാർക്കാണ്. ഈ ഋഷിമുനിമാരാണ് ശാസ്ത്രങ്ങളെ ആദ്യം ഉണ്ടാക്കിയത്. എല്ലാ ശാസ്ത്ര നിർദ്ദേശങ്ങളും ആദ്യം ആ ഒരു റിലീജിയസ് പാത്തിലൂടെ സഞ്ചരിച്ച് പിന്നെയാണ് സ്പിരിച്വൽ പാത്തിലേക്ക് പ്രവേശിക്കേണ്ടത്, അല്ലേ? അപ്പോ ഈ ദേവി ആരാണ് എന്ന് വീണ്ടും നമുക്ക് പറഞ്ഞു തരികയാണ്. പുണ്യാപുണ്യ ഫലപ്രദ. പുണ്യ അപുണ്യ ഫലപ്രദ. പുണ്യം അപുണ്യം ഇവയുടെ ഫലം നൽകുന്നവൾ, കർമ്മ ഫലം നൽകുന്നവൾ, ഇല്ലേ?
പുണ്യപാപങ്ങളുടെ ഫലം പ്രദാനം ചെയ്യുന്നവൾ. ദേവിയുടെ തന്നെ ആജ്ഞാരൂപമായിരിക്കുന്ന നിഗമങ്ങളുടെ കർമ്മകാണ്ഡത്തിൽ ധർമ്മത്തെയും അധർമ്മത്തെയും പുണ്യപാപങ്ങളെയും വകതിരിച്ചു വച്ചിട്ടുണ്ട്. അപ്പൊ എല്ലാ കർമ്മങ്ങളും അവയുടെ ഫലങ്ങളെയാണ് ഉണ്ടാക്കുന്നത് എന്നത് ഒഴിവാക്കാൻ പറ്റുന്നതല്ല. ഇപ്പൊ ധർമാചരണം കൊണ്ട് ധർമ്മത്തിന്റെ ആചരണം കൊണ്ട് ഐഹിക ജീവിതത്തിലും ആ ഒരു പാരത്രിക ജീവിതത്തിലും സുഖവും സ്വർഗവാസം തുടങ്ങിയതും ഫലം. അപ്പൊ അധർമ്മ ആചരണം ദുഃഖത്തിലും നരകവാസത്തിലും കൊണ്ടെത്തിക്കൂ എന്ന് പറയണു. കർമ്മങ്ങൾക്ക് അനുയോജ്യമായ ഫലം നൽകുന്നത് ലളിതാംബികയാണ് എന്ന് വളരെ വ്യക്തമായിട്ട് ഈ നാമത്തിലൂടെ പറയുന്നുണ്ട്. പുണ്യം എന്നത് രണ്ട് വാക്കുകൾ ചേർന്നാണ്. പുണ്യം അപുണ്യം. പുണ്യം എന്നാൽ നല്ലത് അല്ലെങ്കിൽ ശരി, വെർച്യൂ, പ്യൂരിറ്റി, അല്ലെ, ഗുഡ് വർക്ക്, ആ ഒരു മെറിറ്റോറിയസ് ആക്ട്, അല്ലെ, മോറൽ, റിലീജിയസ് എന്നൊക്കെ നമുക്ക് പറയാം, അല്ലെ. അപ്പൊ ആ ഒരു അപുണ്യം എന്ന് പറഞ്ഞാല് ശരിക്കും പറഞ്ഞാല് പുണ്യത്തിന്റെ ഓപ്പോസിറ്റ് ആണ് അപുണ്യം. അപ്പൊ ഇല്യൂഷണറി പുണ്യം, ഇതിനെ നമ്മൾ പാപം എന്ന് പറയാൻ പറ്റില്ല. കാരണം അപുണ്യം എന്നത് അജ്ഞാനമാണ്, അവിദ്യ അഥവാ ഇഗ്നോറൻസ് കൊണ്ട് ചെയ്യുന്നത്, അല്ലെ, അതിൽ നിന്ന് ഉണ്ടാകുന്നതാണ്. ഇത് അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന തെറ്റ് പോലെയോ പാപം ചെയ്യുന്നത് പോലെയോ അല്ല. ഈ ഭേദങ്ങൾ പറയുന്നത് വേദങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. ബ്രഹ്മസൂത്രം പറയുന്നത് ഇവിടെ യാതൊരു എന്താ പറയാ പാർഷ്യാലിറ്റിയോ ഭേദഭാവനയോ പ്രത്യേകിച്ച് ഒന്നിനോടും വിദ്വേഷമോ ഈ പ്രപഞ്ചത്തിൽ ഇല്ല. എന്ത് വിതയ്ക്കുന്നോ അത് മാത്രമേ കൊയ്യാൻ സാധിക്കുകയുള്ളൂ. എന്ത് ഫലങ്ങളാണോ ഓരോരുത്തർക്കും കർമ്മങ്ങളിലൂടെ അവനവൻ തേടുന്നത് അത് തന്നെയാണ് അവനവന്റെ കാർമിക് അക്കൗണ്ടിൽ വന്നു ചേരുന്നത്. ഈ കാർമിക് അക്കൗണ്ട് എന്ന് പറയുന്നത് അവസാന ഫലം എന്നാല് പുനർജന്മം, അതിനോടനുബന്ധിച്ചുള്ള വേദനകള്, വ്യാധികള്, ദാരിദ്ര്യം, അംഗവൈകല്യം എല്ലാം തന്നെ വീണ്ടും വീണ്ടും അനുഭവിക്കേണ്ടി വരുന്നു. ഇതെല്ലാം ദേവിയുടെ ആജ്ഞയാലാണ് നമുക്ക് നടക്കുന്നത്. കാരണം ദേവി തന്നെയാണ് ആ ഒരു ലോഡ് ഓഫ് കർമ്മ എന്ന് പറയുന്നത്, ഇല്ലേ. ബ്രഹ്മസൂത്രം പറയണു ഓരോ കർമ്മത്തിന്റെയും ഫലം തരുന്നത് ഈശ്വരനാണ്. കാരണം ഇത് തന്നെയാണ് വിശ്വാസയോഗ്യമായിരിക്കുന്ന, അതായത് ലോജിക്കലായിട്ടുള്ള ഒരു നിഗമനം. അപ്പോ ഇതിന്റെ എല്ലാം അടിസ്ഥാന തത്വമായിരിക്കുന്നത് ദേവിയാണ്. അപ്പോ ഈ അടുത്ത നാമം കൂടെ ചേർത്താണ് നമ്മൾ ഇത് പറയേണ്ടത്. കാരണം ഇനിയുള്ള നാമങ്ങളെല്ലാം തന്നെ ഇതുമായിട്ട് ചേർന്ന് വരുന്നു. അടുത്ത നാമം ശ്രുതി സീമന്ത സിന്ദൂരീകൃത പാദാബ്ജ ധൂളിക. ഇതെല്ലാം തന്നെ നമുക്ക് എന്താ പറയാ ദേവിയുടെ എന്താ പറയാ ആ ഒരു ആഗമം നിഗമം അതിനെല്ലാം ചേർത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട. പുരുഷാർത്ഥപ്രദ, പൂർണ്ണ, ഭോഗിനി, ഭുവനേശ്വരി, അംബിക, ഈ നാമങ്ങളെല്ലാം തന്നെ ചേർന്ന അർത്ഥങ്ങളോട് വരുന്നതാണ്. അടുത്ത നാമം എന്താ പറയാ ശ്രുതി സീമന്ത സിന്ദൂരീകൃത പാദാബ്ജ ധൂളിക. നമുക്ക് ഈ രണ്ട് നാമങ്ങളോടെ പറഞ്ഞ് നമുക്കിത് അവസാനിപ്പിക്കാം. കാരണം പുരുഷാർത്ഥപ്രദ മുതൽ അടുത്ത 69ാമത്തെ സെറ്റിൽ വരും. ഇത് രണ്ട് നാമങ്ങള്, അതായത് സകലാഗമ സന്തോക ശുക്തി സമ്പുട മൗത്തിക. അപ്പൊ ആദ്യത്തെ നാമം 289 ശ്രുതി സീമന്ത സിന്ദൂരീകൃത പാദാബ്ജ ധൂളിക. ശ്രുതി സീമന്ത സിന്ദൂരീകൃത പാദ അബ്ജ ധൂളിക. തന്റെ പാദധൂളികൾ കൊണ്ട് വേദങ്ങളുടെ സീമന്ത രേഖയിൽ സിന്ദൂരം ചാർത്തിയവൾ. ശ്രുതി എന്ന് പറഞ്ഞ വേദം, പാദാബ്ജം എന്ന് പറഞ്ഞ പാദമാകുന്ന താമര, ധൂളി എന്ന് പറഞ്ഞ പൊടി, സീമന്തം നെറ്റിയുടെ മധ്യഭാഗത്ത് നിന്ന് പിന്നിലേക്ക് നീണ്ടു പോകുന്ന സാങ്കല്പിക രേഖ. ഈ രേഖയില് വിവാഹിതരായിട്ടുള്ള സ്ത്രീകള് സിന്ദൂരം ചാർത്തുന്നുണ്ട്. അപ്പൊ എന്താണ് ഇതിന്റെ അർത്ഥം? ഇപ്പൊ ശ്രുതികളുടെ സീമന്ത രേഖയില് സിന്ദൂരമായി തീർന്ന പാദാബ്ജ ധൂളികളോട് കൂടിയവൾ. ഇപ്പൊ ശ്രുതികളെ, വേദങ്ങളെ നമ്മൾ സ്ത്രീ രൂപത്തിൽ സങ്കല്പിച്ചിരിക്കുകയാണ്. സ്ത്രീകളുടെ മുടി രണ്ടായിട്ട് പകുത്തു വെക്കുമ്പോൾ നടുവിലുണ്ടാകുന്ന രേഖയാണ് സീമന്തം. ഇപ്പൊ സുമംഗലികളായിരിക്കുന്ന സ്ത്രീകളെ സീമന്ത രേഖയിൽ സിന്ദൂരം അണിയുന്നത് പതിവാണ്. ശ്രുതികള് ദേവിയുടെ പാദങ്ങളിലെ ശിരസ് തട്ടത്തക്ക വിധത്തിൽ നമസ്കരിക്കുമ്പോൾ ദേവിയുടെ പാദധൂളികളാണ് അവരുടെ സീമന്ത രേഖകളിൽ പതിയുന്നുവെന്നും അത് അവർക്ക് സീമന്തത്തില് സിന്ദൂരം അണിഞ്ഞ പോലെ സൗഭാഗ്യകരമാകുന്നുവെന്നും അർത്ഥം. വേദങ്ങളുടെ മൂർധാവില് ദേവിയുടെ പാദധൂളി അല്പമായിട്ടേ പറ്റിയിട്ടുള്ളൂ എന്ന് സൂചിപ്പിക്കുന്നതുകൊണ്ട് ദേവിയുടെ ആ ഒരു രൂപമോ മഹാത്മ്യമോ വേദങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ല, അല്ലെ. അത് വ്യക്തമായിട്ട് അത് നമുക്ക് വ്യക്തമാകുന്നുണ്ട്. കാരണം വേദങ്ങളുടെ മൂർധാവ് ഉപനിഷത്തുകൾ എന്ന പ്രസിദ്ധാണ്. ഉപനിഷത്തുകൾ വേദങ്ങളുടെ ഊർധ്വഭാഗമോ മൂർധവോ ആണെങ്കിലും അവയും ദേവീ തത്വത്തെ
അത്യല്പമായിട്ട് ആവാഹിക്കാനേ പറ്റുന്നുള്ളൂവെന്നും അർത്ഥം എടുക്കണം. അപ്പോ സൗന്ദര്യലഹരിയില് പറയുന്ന പോലെ, അല്ലയോ മാതാവേ, വേദശിരസ്സുകളാകുന്ന ഉപനിഷത്തുകൾ നിൻ തിരുവടിയുടെ ഏതൊരു ചരണാരബിന്ദങ്ങളെയാണോ ശിരോഭൂഷണമായിട്ട് ധരിക്കുന്നുവോ ആ ചരണാരബിന്ദങ്ങളെ അവിടുന്ന് എൻ്റെ ശിരസിലും കരുണയോടുകൂടി അർപ്പിക്കണേ. അവിടുത്തെ ചരണങ്ങൾക്ക് ആയിട്ട്, അതായത് പരമശിവന്റെ ജൂഢസ്ഥങ്ങളായിരിക്കുന്ന ഗംഗാജലം പാദ്യവും ആ ഒരു അണിയാനുള്ള ചെമ്പഞ്ഞിച്ചാറ് വിഷ്ണുവിന്റെ കിരീടത്തിലുള്ള രത്നങ്ങളുടെ കാന്തിയുമാകുന്നു. സൗന്ദര്യ ലഹരിയിൽ പറയുന്നുണ്ട്. കാരണം ദേവിയുടെ തൃക്കാലുകളെ എത്ര വർണ്ണിച്ചാലും നമുക്ക് തീരില്ല, അല്ലെ? കാരണം തന്റെ പാദധൂളികൾ കൊണ്ട് വേദങ്ങളുടെ സീമന്ത രേഖയിൽ സിന്ദൂരം ചാർത്തിയവളാണ് ദേവി. അപ്പോ ആ ഒരു എന്താ പറയാ, നമുക്ക് എത്രയോ ഉയർന്ന ഒരു നാമമാണിത്. കാരണം ഈ നാമം ദേവി തന്നെയാണ് പരബ്രഹ്മ ശക്തി എന്ന് ഉറപ്പിച്ചു പറയുകയാണ്. കാരണം വേദങ്ങളാണ് സനാതന ധർമ്മത്തിന്റെ അടിത്തറ. എല്ലാ മനുഷ്യധർമ്മങ്ങളും വേദപ്രോക്തങ്ങളാണ്. ഈ നാമത്തില് 4 വേദങ്ങളെ 4 ദേവതമാരായിട്ട് സങ്കല്പിച്ചിരിക്കുകയാണ്. അവര് 4 പേരും ദേവിയെ നമസ്കരിച്ച് ശരണാഗതി ചെയ്യുമ്പോൾ അവരുടെ ശിരസ് ദേവിയുടെ പാദങ്ങളിൽ ചേർത്ത് വെക്കുമ്പോൾ ചുവന്ന നിറത്തിലുള്ള പ്രതിഫലനം ദേവിയുടെ പാദത്തിന്റെ അടിയിലെ പൊടിയിൽ നിന്ന് വരുന്നത് ഈ ദേവതമാരുടെ നെറ്റിയില് വിവാഹിതകളായ സ്ത്രീകളെ ധരിക്കുന്ന മംഗല്യ സിന്ദൂരം പോലെ തോന്നിക്കണു. ഇവിടെ ദേവിയുടെ പാദധൂളി എന്ന് പ്രതീകാത്മകമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ പാദധൂളികളുടെ അർത്ഥ വിവരണം ഇങ്ങനെയാണ്. കാരണം ഉപനിഷത്തുക്കളെയാണ് വേദങ്ങളുടെ തലപ്പത്തിരിക്കുന്നവയായിട്ട് കാണുന്നത്. കാരണം ഇവയാണ് ബ്രഹ്മസത്യത്തെ അറിയാനുള്ള വഴി. ഇപ്പൊ കർമ്മപദത്തെ കാണിച്ചു തരുന്നത് ഇതാണ്. ഉപനിഷത്തുകൾക്ക് പോലും ബ്രഹ്മത്തെക്കുറിച്ച് പൂർണ്ണമായിട്ട് പറയാൻ സാധ്യമല്ല. അപ്പൊ ഇതെല്ലാം തന്നെ നേതി അല്ലെങ്കിൽ ഇതാണ് എന്നുള്ള ഉറപ്പിലാണ് പറഞ്ഞിരിക്കുന്നത്. വേദങ്ങളും ഇതാണ് ചെയ്യുന്നത്. വേദങ്ങൾക്ക് പോലും ഇന്ന് വരെ ബ്രഹ്മത്തെ പറ്റി പൂർണ്ണമായിട്ട് പറയാൻ സാധിച്ചിട്ടില്ല എന്നാണ് സത്യം. കാരണം ഇത് ബ്രഹ്മം എന്നത് എല്ലാ വിവരണങ്ങൾക്കും അപ്പുറമാണ്, അല്ലെ? ബിയോണ്ട് ഓൾ കോംപ്രിഹെൻഷൻസ് ഫോർ ദ നോർമൽ ഹ്യൂമൻ മൈൻഡ്. ഇപ്പൊ ഇവിടെ വേദങ്ങളെ ദേവതകളായിട്ട് പറഞ്ഞിരിക്കുകയാണ്. അവർക്ക് ദേവിയെക്കുറിച്ച് പൂർണ്ണമായിട്ട് അറിയാനുള്ള ആ ഒരു ജ്ഞാനത്തിന് വേണ്ടിയിട്ട് അവരെന്താ തല കുനിച്ച് ദേവിയുടെ പാദങ്ങളിൽ നമസ്കരിക്കുകയാണ്. ദേവിയുടെ പാദത്തിലെ ധൂളികളെ ധരിച്ച് സംതൃപ്തി അടയുന്നു. അവർ തങ്ങളുടെ സീമന്ത രേഖയിൽ അണിഞ്ഞിരിക്കുന്ന ദേവിയുടെ ആ ഒരു സിന്ദൂര പാദധൂളികള് അവർക്ക് അമ്മയെ പറ്റിയുള്ള അറിവ് കൊടുക്കുമെന്ന് ധരിക്കണു. ഇപ്പൊ സൗന്ദര്യ ലഹരിയിൽ പറയുന്ന പോലെ ആ ഒരു എന്താ പറയാ, ബ്രഹ്മാവിഷ്ണു രുദ്രന്മാര് അവരുടെ ആ ഒരു കർത്തവ്യങ്ങൾ ഭംഗിയായിട്ട് ചെയ്യുന്നത് അവിടുത്തെ നാമങ്ങൾ പറയണു. അല്ലയോ അമ്മേ, ആ പാദധൂളികള് അജ്ഞാനികളുടെ ഹൃദയത്തിൽ ഇരുട്ടാകുന്ന അജ്ഞാനം മാറ്റട്ടെ. കാരണം ഇവിടെ ഈ 287-88 നാമങ്ങൾക്ക് വേദത്തിലെ കർമ്മകാണ്ഡമായും 289 നാമം ജ്ഞാനകാണ്ഡവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് പറയാറുണ്ട്. അപ്പോ ആ അടുത്ത നാമം കൂടെ നമുക്ക് നോക്കാം. സകലാഗമ സന്തോഷ ശുക്തി സമ്പുട മൗത്തിക. സകല ആഗമ സന്തോഷ ശുക്തി സമ്പുട മൗത്തിക. സകല വേദങ്ങളുടെയും ആ ഒരു കൈക്കുടന്നയിലെ ചിപ്പിക്കുള്ള മുത്തായിട്ടിരിക്കുന്നവൾ. ആഗമം വേദം, സന്തോഷം കൂട്ടം, ശുക്തി എന്ന് പറഞ്ഞാൽ ചിപ്പി, സമ്പുടം എന്ന് പറഞ്ഞാൽ കൈക്കുടന്ന, മൗത്തികം എന്ന് പറഞ്ഞാൽ മുത്ത്. അപ്പോ സകല വേദ സമൂഹമാകുന്ന മുത്തിച്ചിപ്പിക്കുള്ളില് മുത്തായിട്ട് സ്ഥിതി ചെയ്യുന്നവൾ. ഇപ്പൊ വേദ സമൂഹത്തെ ശക്തി സമ്പുടമായിട്ട് ആ ഒരു രൂപണം ചെയ്യുന്നതിനാല് വേദങ്ങളിലെ ഏറ്റവും വിലപിടിച്ചതും കാന്തിമത്വമായിട്ടുള്ള ഭാഗമായി ദേവിയെ വർണ്ണിക്കുകയാണ്. സകല നിഗമ സാരം ദേവിയാണെന്ന് ധ്വനി. അപ്പൊ സകലാഗമ സന്തോഷ ശുക്തി സമ്പുട മൗത്തികായൈ നമ. അപ്പോ ഇതിന് എന്താ പറയുക, ഇതില് ആ ഒരു മൗത്തികത്തോട് ശരിക്കും പറഞ്ഞ നാസാഭരണങ്ങളോട് കൂടിയവൾ എന്ന് നമുക്ക് സൗഭാഗ്യ ഭാസ്കരൻ പറയുന്നുണ്ട്. കാരണം ഈ പക്ഷത്തില് ആ ഒരു അംബികയുടെ ഭഗവതിയുടെ മുഖത്തിലെ ഒരു അവയവം മാത്രമായിരിക്കുന്ന നാസികയിൽ അണിയുന്ന ആഭരണമായിരിക്കുന്ന മൗത്തികത്തെ പ്രതിപാദിക്കാനേ ആഗമങ്ങൾക്ക് കഴിയുന്നുള്ളൂ. അംബാസ്വരൂപം എന്ന് പറയുന്നത് ആഗമങ്ങൾക്ക് പ്രതിപാദിക്കാവുന്നതല്ല എന്ന് താല്പര്യം. ഇപ്പൊ ലളിതാ സഹസ്രനാമത്തിലെ 20ാമത്തെ നാമം ദേവിയുടെ മൂക്കൂത്തിയെ പറ്റിയായിരുന്നു, അല്ലേ?
താരാകാന്തി തിരസ്കാരി നാസാഭരണ പാസുര. മുത്തുകൾ കൊണ്ട് ഉണ്ടാക്കിയ വളയം. അപ്പൊ ആഗമങ്ങൾ എന്നാൽ പറഞ്ഞാല് ശരിക്കും പറഞ്ഞാല് നമുക്ക് ഒരു ട്രഡീഷണൽ ഗൈഡ് ലൈൻസ് ആണ് അല്ലേ ജീവിതത്തിൽ. നമ്മുടെ എന്താ പറയാ പൂജകള്, ഒരു ക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠ, ക്ഷേത്ര പൂജകള്, കർമ്മങ്ങളെല്ലാം തന്നെ ഇതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇത് വളരെ ബൃഹത്തായിരിക്കുന്ന ഒരു ശാസ്ത്രമാണ്. ഇത് വാസ്തുശാസ്ത്രം, ജ്യോതിഷം, അസ്ട്രോണമി എല്ലാം ചേർന്നതാണ്. നേരത്തെ ഉള്ള നാമം പറയണു വേദങ്ങൾക്ക് പോലും ബ്രഹ്മസ്വരൂപിണിയായിരിക്കുന്ന ദേവിയെ അറിയാനോ വിവരിക്കാനോ സാധ്യമല്ല എന്ന്. ഈ നാമം പറയണു ആഗമങ്ങൾക്കും ബ്രഹ്മത്തെ പറ്റി വിവരിക്കാൻ കഴിയില്ല എന്ന്. അപ്പൊ തൈത്തരീയ ഉപനിഷത്ത് പറയണു യഥോ വാചോ നിവർത്തന്തേ അപ്രാപ്യ മനസ്സ സഹ. അപ്പൊ വാക്കുകളും ഇന്ദ്രിയങ്ങളും തോറ്റു മടങ്ങുന്നത് എവിടെയാണോ അതാണ് ബ്രഹ്മം. അതുകൊണ്ട് ബ്രഹ്മത്തെ വേദങ്ങൾക്കും വെളിപ്പെടുത്താൻ സാധ്യമല്ല. കാരണം വേദങ്ങളും വാക്കുകൊണ്ടാണ് രൂപപ്പെട്ടിരിക്കുന്നത്. വാക്കുകൾക്ക് അപ്പുറമാണ് ബ്രഹ്മസത്യം. വാക്കുകൾക്കും ചിന്തകൾക്കും ഒരു വ്യക്തിക്ക് വളരെ പരിചിതമായ ചില അനുഭവങ്ങൾ കൊടുക്കാൻ സാധിക്കുമെന്നല്ലാതെ ബ്രഹ്മത്തെ അങ്ങനെയൊന്നും അറിയാൻ സാധിക്കില്ല എന്നതാണ് സത്യം. ഈ ബ്രഹ്മസത്യത്തെ അറിയണമെങ്കിൽ ആ ഒരു ഇന്റേണൽ സെർച്ച് അല്ലെ, അല്ലെങ്കിൽ എക്സ്പ്ലോറേഷൻ കൊണ്ട് മാത്രമേ സാധിക്കുള്ളൂ അല്ലെ. ആ ഉള്ളിലിരിക്കുന്ന ശക്തി. അപ്പോ അന്തർമുഖ സമാരാധ്യ ബഹിർമുഖ ദുർലഭ. അപ്പോ അന്തർമുഖ സമാരാധ്യായിരിക്കുന്ന ദേവി ബ്രഹ്മവുമായിട്ട് താരതമ്യപ്പെടുത്തിയാല് വേദങ്ങളും ശാസ്ത്രങ്ങളും എല്ലാം തന്നെ വളരെ നിസാരമാണ്. അതുകൊണ്ടാണ് ഈ നാമം പറയുന്നത്. വേദങ്ങളും ശാസ്ത്രങ്ങളും എല്ലാം തന്നെ ദേവിയുടെ മൂക്കുത്തിക്കുള്ളിൽ വെച്ച് അടയ്ക്കാവുന്ന ചെറിയ പൊടികൾ മാത്രമാണ്. ആഗമങ്ങൾ പറയണു അദ്വൈത മതം 6 തരത്തിലുള്ള അറിവുകളെ, അതായത് ജ്ഞാനത്തെ കുറിച്ചാണ് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ പ്രത്യക്ഷം, അനുമാനം, ശബ്ദം, ഉപമാനം, അർത്ഥം, പിന്നെ എന്താ പറയാ അനുലബ്ധി. ഇങ്ങനെ ഒരു ശബ്ദത്തെയാണ് പ്രഥമ പ്രമാണമായിട്ട് എടുക്കുന്നത് എന്നാണ് നമുക്ക് വിശ്വാസയോഗ്യമായിട്ടുള്ളത്. കാരണം ശരിക്കും പറഞ്ഞാൽ അതാണ് അതിന്റെ ഒതന്റിക് വേർഡ് എന്ന് പറയുന്നത്. അതാണ് വിശ്വാസയോഗ്യം. അപ്പോ അഥവാ സത്യവാക്ക് എല്ലാ കുറവുകളിൽ നിന്നും മുക്തമാണ്. ഇതിനെ വിജ്ഞാനികളെ കലവറയായി കരുതുകയാണ്. ഭാരതത്തിലെ ഒട്ടുമിക്ക സ്കൂൾ ഓഫ് തോട്ട്സും ഇങ്ങനെ ഉയർന്ന സന്യാസിമാരുടെ വാക്കുകള് കള്ളം, ചതി, വഞ്ചന, ആ ഒരു മതിഭ്രമം ഇവയിൽ നിന്ന് ഒക്കെ മുക്തമാണ്. കാരണം ഈ വ്യക്തികളുടെ മനസ്സും ഇന്ദ്രിയങ്ങളും മറ്റും ആ ഒരു വിശ്വാസത്തിലാണ് പ്രവർത്തിക്കുന്നത്. അതുകൊണ്ടാണ് ഇതിൽ വിശ്വാസം അർപ്പിക്കുന്നത്. അപ്പോ ഈ ആഗമങ്ങൾ വേദങ്ങൾ തന്നെയാണെന്ന് പറയുന്നുണ്ട്. അപ്പോ ഈ എന്താ പറയാ മഹത്തരമായിരിക്കുന്ന ആ ഒരു വേദങ്ങള്, ഉപനിഷത്തുകള് ഇതെല്ലാം തന്നെ ദേവിയെക്കുറിച്ച് വളരെ കുറച്ച് മാത്രമേ നമുക്ക് പറഞ്ഞു തരുന്നുള്ളൂ. എല്ലാം അറിയാൻ പോലും നമുക്ക് അതിൽ നിന്ന് സാധ്യമല്ല. അപ്പൊ അത്രയും ഉയർന്ന തലത്തിലുള്ള ദേവി ഇല്ലേ. ലളിതാ സഹസ്രനാമം പഠിക്കുമ്പോൾ നമുക്ക് ദേവിയുടെ എന്താ പറയാ അമ്മയുടെ മഹത്വം, നമ്മുടെ മനസ്സും വാക്കും ചിന്തകളും ഒക്കെ എത്ര ചെറുതാണ്, എത്ര ലിമിറ്റഡ് ആണ് നമ്മളെന്ന് നമുക്ക് മനസ്സിലാവുകയാണ്. ഓരോ നാമങ്ങളുടെ അർത്ഥവ്യാപ്തി, വേദങ്ങൾ എന്നൊക്കെ പറഞ്ഞ എത്ര ജന്മങ്ങൾ, ഒരു വേദത്തിന്റെ ഒരു കാണ്ഡം പഠിക്കാൻ പോലും നമ്മളെ കൊണ്ട് സാധ്യമല്ല അല്ലെ, അതിന്റെ അർത്ഥം മനസ്സിലാക്കാൻ. അപ്പൊ ഈ പറയുന്ന ബ്രഹ്മാണ്ട സ്വരൂപമായിരിക്കുന്ന അമ്മയുടെ, വിശ്വരൂപമായിരിക്കുന്ന അമ്മയുടെ ഈ ഒരു തലങ്ങളൊക്കെ മനസ്സിലാവുമ്പോൾ ആ അമ്മ തന്നെയാണ് ആ കരുണാമയിയായിട്ട് നമ്മുടെ ഹൃദയത്തില് ശ്രീ മാതയായിട്ട് അല്ലെ, നമ്മുടെ ഉള്ളിൽ ചെറിയ ശ്രീപുരത്തില് ആ നമ്മുടെ അഷ്ടദള പത്വമായിരിക്കുന്ന സൂര്യമണ്ഡലത്തിനുള്ളില് ആ ചിന്താമണി ഗൃഹത്തില് പഞ്ചബ്രഹ്മത്തിലിരിക്കുന്ന മഹാശക്തിയായിരിക്കണം നമ്മുടെ ആത്മാവ് അമ്മയാണെന്ന് അറിയുന്നതിലപ്പുറം സൗഭാഗ്യം ആ ഒരു ലളിതാ സഹസ്രനാമത്തെ പഠിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഈ അറിവ് അതിനപ്പുറം ഒന്നുമില്ല. ആ മഹാമായയുടെ, മഹാശക്തിയുടെ, വിശ്വാത്മികയായിരിക്കുന്ന ജഗദംബികയുടെ പാദത്തിൽ നമുക്ക് എല്ലാം സമർപ്പിക്കാൻ മാത്രമേ പറ്റൂ. കാരണം ശരണാഗത ദീനാർത്ഥ പരിത്രാണ പരായണേ എന്ന് പറഞ്ഞ് ശരണാഗതരെ കൈവിടാത്ത സർവമംഗള സ്വരൂപിയായിരിക്കണ ലളിതാ പരമേശ്വരി അല്ലെ, നമ്മുടെ ആ ഹൃദയപത്മത്തിൽ ഇരുന്നുകൊണ്ട് നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ സത്സംഗം ഇവിടെ നിർത്താം. ഇനിയും നമുക്ക് ദേവിയുടെ നാമങ്ങളെ കൂടുതൽ എന്താ പറയാ ആഴത്തില് പഠിച്ച് അമ്മയില് ഈ സംസാര സമുദ്രത്തെ കടന്ന് ആ പാദപത്മങ്ങളിൽ ലയിക്കാൻ നോക്കാം അല്ലെ, ശ്രമിക്കാം. ബാക്കിയെല്ലാം നമുക്ക് അമ്മയുടെ പാദങ്ങളിൽ വെക്കാം. അമ്മയുടെ അനുഗ്രഹം കിട്ടട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഇവിടെ നിർത്തുകയാണ്. ഭക്തിം ഭാഗ്യം യശജ്ഞാതിം വിദ്യാബുദ്ധി ശ്രീയമ്പലം ആയുഷ്യം മുക്തി ആരോഗ്യം ദേഹിമേ പരമേശ്വരി.